വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. അതേസമയം ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. ഏത് വിഷയത്തിലാണെന്നറിയില്ല, ഏതോ വിഷയത്തിലാണെന്ന് പി രാജീവ് പറഞ്ഞതാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 40 ആവർത്തി കേട്ട് നോക്കിയെങ്കിലും ഒരു ചുക്കും പിടി കിട്ടിയിട്ടില്ല. രാജീവിനെ കുറ്റം പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയാകാം. അത്രയും ബുദ്ധിജീവികൾക്കും മനസ്സിലായെന്ന് അഭിനയിക്കുന്ന വയറ്റിപ്പിഴപ്പ് PR ജീവികൾക്കും അല്ലാതെ അത് കേട്ട 99% ആളുകൾക്കും എന്താണ് ആ പറഞ്ഞ ആത്മനിഷ്ഠമെന്ന് പിടികിട്ടിയിട്ടില്ല, ഉറപ്പാണ്. അതേ പി രാജീവ് ഇന്നലെ മലപ്പുറത്ത് LDF പരാജയ കാരണങ്ങൾ എണ്ണി പറയുന്നുണ്ട്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നൊരു ഒഡാസിറ്റി എന്നെഴുതിക്കുന്ന ഏകപക്ഷ മുദ്രാവാക്യം ഒരു പരാജയ മുദ്രാവാക്യമായി. ആന്റിബയോട്ടിക് കോഴ്സ് പോലെ ആഴ്ചയ്ക്ക് 6 ദിവസം രാവിലെയും ഉച്ചയ്ക്ക് വൈകിട്ടും മുസ്ലിം ക്രൈസ്തവ വിരുദ്ധ വർഗീയ തുപ്പിയ നേതാവിനെ ചേർത്ത് പിടിച്ചതും ചെറുക്കാതിരുന്നതും തിരിച്ചടിയായി. കുറ്റപത്രം വന്നാലല്ലേ കുറ്റത്തിന്റെ ഗ്രാവിറ്റി അറിയോ, നാളെ ഊളനാക്കുന്ന ന്യായത്തിൽ ക്ഷേത്രക്കൊള്ളയിലെ നടപടിയില്ലായ്മ അടക്കം കാരണങ്ങൾ പറയുമ്പോൾ ആത്മനിഷ്ഠ മറ്റേ നിഷ്ഠ ഒന്നുമില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ആർക്കും മനസ്സിലാവുന്ന സിമ്പിൾ ഭാഷ. അത് പി രാജീവ് മാത്രമല്ല, MV ഗോവിന്ദനും ശക്തിമത്തായ മൂർത്ത സാഹചര്യങ്ങളുടെ അന്തർധാരാ സാഹിത്യം കൈവിടിഞ്ഞ് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയാണ്. ഇപ്പോൾ അങ്ങനെ തന്നെ വേണം. ആ പഴയ ഭാഷ ആർക്കും മനസ്സിലാവില്ലെന്ന് മാത്രമല്ല, ആൾക്കാർ കളിയാക്കും, വാവത്തിച്ചിരിക്കും. പറഞ്ഞു വരുന്ന അതല്ല. ആ പരാജയ കാരണങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതാണ് അധികാര തുടർച്ചയുടെ അഹങ്കാരകാലത്ത് ജീവൽ സമരങ്ങളെ താറടിക്കാൻ അടിച്ചിറക്കിയ RSS ജമാഅത്തെ ഭീകരവാദി ചാപ്പകൾ, കാപ്പകൾ, വാർത്ത പറഞ്ഞവർക്കെതിരെ പോലും ചുമത്തിയ മാരക വകുപ്പുകൾ, കള്ളക്കേസുകൾ, സമരത്തോട് കാണിച്ച അങ്ങേയറ്റത്തെ വെറുപ്പ്, ജനത്തിന് വെറുപ്പുണ്ടാക്കിയതിന് ഇമ്പാക്ട് കൂടിയാണ്. ചരിത്രത്തിലെ ഏറ്റവും കനത്ത പരാജയം, ചെങ്കൊടിക്കോട്ടകളടക്കം കടപുഴക്കിയ കാറ്റുവീഴ്ച. അത്തരമൊരു മുദ്രാവാക്യ പ്രതിഷേധമാണ്. മുഖ്യമന്ത്രിയെ കൊല്ലാൻ വന്നേ എന്ന വ്യാജത്തിൽ മാരക വകുപ്പുകളുടെ എയർക്രാഫ്റ്റ് റൂൾ അടക്കം ചീറ്റിപ്പോയതാണ്. നീപ്പിക്കെതിരെയാണ് അന്വേഷണത്തിൽ ഉത്തരവ്. ആ കരിങ്കൊടി സമരക്കാർ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിരിച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞ കള്ളം നാടകം, പഴയ രക്ഷാദൗത്യം, വടകരയിൽ 4 വോട്ടിന് നടത്തിയ 4-അംഗ വർഗീയ പണിയിൽ ബ്ലോക്ക് നേതാവിന്റെ അറസ്റ്റ്, ഇപ്പോൾ കേസുകൾ എതിർദിശയിലാണ്. തൂഫാനടി. ആ കേസുകളുടെ ഭാവി എന്തായാലും അധികാരത്തിന്റെ മഞ്ഞളിപ്പിൽ സമരങ്ങളെ അധിക്ഷേപിച്ച് കള്ളക്കേസിൽ അടിച്ചമർത്താൻ നോക്കിയാൽ ആ സ്വേച്ഛാധികാര റെജീമിന്റെ പത്തിക്കടിച്ച് വീഴ്ത്താനുള്ള കരുത്തിന്റെ പേരാണ് സാക്ഷാൽ ജനാധിപത്യം. ഭരിക്കുന്നവർക്കും ഇനി ഭരിക്കാനുള്ളവർക്കും എല്ലാ കാലത്തേക്കുമുള്ള എവർഗ്രീൻ പൊളിറ്റിക്കൽ ടേക്ക് അവേ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഇൻഡിഗോ വിമാന കമ്പനി ചെയ്തത്, ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും വിശദമായി അവരെ എഴുതി അറിയിച്ചിരുന്നു. അതിനൊരു മറുപടിയും എനിക്ക് തന്നില്ല. അവർ ചെയ്തത് എന്നെ 3 ആഴ്ച ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന പ്ലാൻ ചെയ്തു. ഈ അക്രമികളായിട്ടുള്ള ആളുകൾക്ക് 2 ആഴ്ച. അപ്പോൾ ഏറ്റവും വലിയ കുറ്റം ചെയ്ത ആൾ ഞാനായിട്ട് അവർ വ്യാഖ്യാനിച്ചു. ഇന്റർനാഷണലായാലും നാഷണലായാലും ഇനി ആ കമ്പനിയുടെ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. അഡ്വക്കേറ്റ് ഫർസിൽ മജീദ്, ശ്രീ രാജേഷ് ചെറുപ്പാട്, ശ്രീ ജോർജ് ജോസഫ്, ചെമ്മൻ കാരശ്ശേരി എന്നിവർ ചർച്ചയിൽ ചേർന്നു. ചർച്ചയിലേക്ക് വരും മുമ്പ് അല്പസമയം EP ജയരാജൻ ചേരുന്നു. CP ജയരാജൻ, അന്നതൊരു വല്ലാത്ത പ്രതിഷേധകാലമാണ്, അങ്ങേക്ക് ഓർമ്മയുണ്ട്. അക്കൂട്ടത്തിലാണ് ഈ വിമാനത്തിനകത്തെ പ്രതിഷേധം വലിയ ചർച്ചയായതാണ്. 4 വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം നൽകാനായതുപോലും. ഒടുവിൽ ആ കേസ് ഇപ്പോൾ തിരിച്ചടിക്കുകയാണോ ശ്രീ പി? ഈ കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള UDF ഗവൺമെൻറ് പല കാര്യങ്ങളും ജനവിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു അധികാരത്തിൽ വന്ന ഉടനെ ഒരു നിയന്ത്രണവുമില്ലാത്ത നിലയിൽ, വഴിവിട്ട നിലയിൽ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ കേസിലും എടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 2022 ജൂൺ മാസത്തിൽ കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ഞാനും ആ വിമാനത്തിലൊരു യാത്രക്കാരനായിരുന്നു. ആ വിമാനം അവിടുന്ന് പറന്നുയർന്ന് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഏതാണ്ട് ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ സീറ്റിൽ നിന്നും ഒരു 6-7 സീറ്റ് മുമ്പിലാണ്. എൻ്റെ സീറ്റിൽ നിന്നും കുറേ കൂടി മുമ്പിലുള്ള 2 സീറ്റിലായിട്ടിരിക്കുന്ന 3 പേര് വളരെ ഒരു ആക്രമണോത്സുകമായ നിലയിൽ ബഹളം വെച്ച് മുദ്രാവാക്യം വിളിച്ച് ചാടി മുഖ്യമന്ത്രി ഇരുന്ന ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഇരുന്ന ഭാഗത്ത് നിന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ നേരെ ആ വഴിയിൽ, ആ കോറിഡോറിൽ അവിടെ 2 സീറ്റും പിടിച്ച് അവിടെ നിന്ന് ഇവർക്ക് ചാടിക്കയറി വരാൻ കഴിയാത്ത തടസ്സമുണ്ടാക്കി.
സ്വാഭാവികമായി എന്നെ തള്ളി മാറ്റാൻ നോക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് തള്ളി. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അപകടകരമായ സാഹചര്യമാണ് ഉണ്ടാക്കിയത്. സാധാരണ പ്രതിഷേധങ്ങളുണ്ടാകും. ആ പ്രതിഷേധങ്ങൾ കരിങ്കൊടി പ്രകടനമോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിയോ കുത്തിയിരിപ്പോ ഒക്കെ ഉണ്ടാകും. ഇത് വിമാനത്തിനകത്ത് കയറി ഭീകരന്മാർ നടത്തുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ശരി, നമ്മളന്ന് ഒരുപാട് ചർച്ച ചെയ്താണ്. എന്നാൽ മുഖ്യമന്ത്രിയെ കൊല്ലുക, CPI മുഖ്യമന്ത്രിയെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ വന്നു എന്നൊക്കെയായിരുന്നല്ലോ താങ്കളടക്കം നടത്തിയ ആരോപണം. കേസും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ അന്ന് അത്രയും മാരകമായി മുഖ്യമന്ത്രി വിമാനത്തിനുള്ളിൽ വധിക്കുക എന്ന ലക്ഷ്യമായിരുന്നോ, അതോ ആ പ്രതിഷേധ പരമ്പരകളിലെ ഒരു പ്രതിഷേധം മാത്രമായിരുന്നോ അത്? EP പ്രതിഷേധം, ഞാൻ പ്രതിഷേധിക്കുന്നതിന് ആരാ തടസ്സം? വിമാനത്താവളത്തിനകത്ത് കയറിയിട്ട് ഇത് പ്രതിഷേധമാണ്. ഇത് ഭീകരപ്രവർത്തനമാണ്. വിമാനത്തിനകത്ത് നടത്തുള്ളത് ഭീകരപ്രവർത്തനമാണ്. അത് ഭീകരന്മാർ നടത്തിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതാണ് നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയത്. ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത സംഭവമാണ്. CP താങ്കൾ ഇടയ്ക്ക് നിന്ന് തടഞ്ഞു എന്ന് പറഞ്ഞാൽ, അവർ എഴുന്നേറ്റ് വരുന്ന വഴിയിൽ താങ്കൾ ഇടയ്ക്ക് നിന്ന് തടഞ്ഞു എന്ന് പറയുന്നുണ്ട്. ദൃശ്യങ്ങളിൽ താങ്കൾ ഈ പറയുന്ന മട്ടിലുള്ളതൊന്നും നമുക്ക് അന്നും കാണാൻ കഴിയുന്നില്ല, ഇപ്പോഴും നോക്കിയാലും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ താങ്കൾ ഇടയ്ക്ക് തടയുന്നുണ്ട് അവിടെ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് എത്താൻ പോലും ആ സമരക്കാർ കഴിഞ്ഞില്ല, ഫർസീനടക്കമുള്ളവർക്ക്. പിന്നെ ആ വധശ്രമ വകുപ്പ് നിലനിൽക്കുന്നത് എങ്ങനെയാണ് EP? വധശ്രമാകുന്ന അവർ വധിക്കാനല്ലേ വരുന്നത്? ആക്രമിക്കുക എന്നുള്ളതല്ലേ, മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്നുള്ളതല്ലേ ലക്ഷ്യം. ആ ലക്ഷ്യമില്ലെങ്കിൽ ഇങ്ങനെ മൂന്നാൾ കയറി ഇരിക്കണോ? പ്രതിഷേധമാണെങ്കിൽ പുറത്തു പോരെ. ഇത് വിമാനത്തിൻ്റെ അകത്ത്, മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വിമാനത്തിൻ്റെ അകത്ത് കയറി ഈ ഒരു ആക്രമണോത്സുകമായ ലക്ഷ്യത്തോടു കൂടി ഇറങ്ങുമ്പോൾ ആക്രമിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി ചാടി വരികയല്ലേ. അപ്പോൾ അത് കൃത്യമായും അത് പോലീസ് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാകുന്ന കാര്യമാണ്. അത് പോലീസ് അന്വേഷണം നടത്തി പോലീസ് അതിൻ്റെ മേലെ ഇവരുടെ ലക്ഷ്യം ഇതായിരിക്കണം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ആ പോലീസ് നടപടി സ്വീകരിച്ചതിന് എതിരായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ കേസ് കൊടുത്തത്. കോടതി എനിക്ക് നോട്ടീസ് തരികയോ എന്നെ വിചാരണ നടത്തുകയോ ഒരു നടപടി സ്വീകരിക്കാതെ എനിക്ക് നേരെ കേസെടുക്കാൻ ഒരു കോടതി പറയുമെന്ന് ഞാൻ സാധാരണ നിയമം അനുസരിച്ച് മനസ്സിലാക്കുന്നില്ല. കോടതി പോലീസല്ല, കോടതി നീതിന്യായ പീഠമാണ്. അല്ല, കോടതിക്ക് കേസെടുക്കാൻ നിർദ്ദേശം കൊടുക്കാൻ കഴിയില്ല എന്നാണോ താങ്കൾ പറയുന്നത് EP? കോടതി ഒരു ജുഡീഷ്യൽ സ്ഥാപനമാണ്, നീതിന്യായ പീഠമാണ്. ആ നീതിന്യായ പീഠത്തിന് ഒരാളെ പേര് കേസെടുക്കണമെന്ന് പറയാൻ ധാർമ്മികമായി സാധിക്കില്ല. ഞാൻ ഇങ്ങനെ കോടതി പറഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ല, കോടതി തുടരന്വേഷണത്തിന് അനുമതി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ക്ലോസ് ചെയ്ത് കളയാൻ കഴിയില്ല എന്ന് പോലീസ് റിപ്പോർട്ടിനെ കോടതി നെഗേറ്റ് ചെയ്തു എന്നുള്ളതാണ്. CP പോട്ടെ, അതോടൊപ്പം ചുമത്തിയ മാരകമായൊരു വകുപ്പായിരുന്നു എയർക്രാഫ്റ്റ് റൂൾ വകുപ്പ്. ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായി മാത്രം ചുമത്തുന്ന വകുപ്പാണ്. അതിന് കേന്ദ്രാനുമതി ആവശ്യമുണ്ടായിരുന്നു. അനുമതിക്കായി പലയാവർത്തി കത്തെഴുതി പരാജയപ്പെട്ട് 4-ാം വർഷം ഒടുക്കമാണ് ആ വകുപ്പൊക്കെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ആ കേസ് താഴുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ കേസ് ദുർബലമാവുകയായിരുന്നില്ലേ ഈ വർഷങ്ങളുടെ ഈ പറഞ്ഞ വകുപ്പ് ഒഴിവാക്കലടക്കം വരുമ്പോൾ? അതിൻ്റെ എയർക്രാഫ്റ്റ് നിയമം, അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരങ്ങളൊക്കെ വേണം. അത് യഥാർത്ഥത്തിൽ അത് കേരള പോലീസാണ് അത് സംബന്ധിച്ചൊരു നിലപാട് സ്വീകരിക്കേണ്ടത്. എയർക്രാഫ്റ്റ് നിയമം അനുസരിച്ച് നടപടി സ്വീകരിക്കുമ്പോൾ അതിനുള്ള എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടോ, നിയമപരമായ തടസ്സമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒക്കെ അംഗീകാരം വേണ്ടി വരും. താങ്കൾക്കെതിരായ കേസെടുക്കാൻ കാരണമെന്ന് FIR-ൽ പറയുന്ന പരാതി പ്രതികൾക്ക് 1-2 മാവലാതിക്കാരനുള്ള രാഷ്ട്രീയ വിരോധം മൂലം 13/6/2022 വൈകുന്നേരം കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആവലാതിക്കാരും പ്രതികളും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും മറ്റും യാത്ര ചെയ്തു വന്ന സ്വാൻസോ നമ്പർ ഇൻഡിഗോ വിമാനം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് മുഖ്യമന്ത്രി പുറത്തേക്കിറങ്ങാൻ എഴുന്നേറ്റ സമയം കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരായ 1-2 മാവലാതിക്കാർ ടിയാൻമാരുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധം എന്ന് വിളിച്ച് പ്രതിഷേധിച്ച സമയം 1-ാം പ്രതി ടി ആവലാതിക്കാരോട് CM-ന്റെ മുന്നിൽ വെച്ച് പ്രതിഷേധിക്കാൻ നീയൊക്കെ ആരാടാ എന്ന് ആക്രോശിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ടിയാൻമാരുടെ സമീപത്തേക്ക് വന്ന് കൈ ചുരുട്ടി 2-ാം ആവലാതിക്കാരൻ്റെ മൂക്കും മുഖവും ചേർത്ത് ആഞ്ഞിടിച്ച് പരിക്കേൽപ്പിച്ച് ആവലാതിക്കാരെ തള്ളി നിലത്തിട്ട് തുടർന്ന് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം 1 മുതൽ 3 വരെയുള്ള പ്രതികൾ നിങ്ങൾ ആരടാ ഡാഷുകളെ CM-നെതിരെ, വലിയ തെരുവാക്കൊന്നുമില്ല, പട്ടി എന്നുള്ളതാണ്, അത് കുട്ടികൾ കേൾക്കുന്നു എന്ന് പറയുന്നതാണ്. നിങ്ങളാരുടെ ഡാഷുകളെ CM-നെതിരെ പ്രതിഷേധിക്കാൻ, CM-നെതിരെ പറഞ്ഞിട്ട് നീയൊന്നും ജീവനോടെ ഇവിടുന്ന് പോവില്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ആവലാതിക്കാരെ അതിഭീകരമായി മർദ്ദിച്ചും 1-ാം പ്രതി 1-ാം ആവലാതിക്കാരൻ്റെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപാതക ശ്രമം നടത്തി പ്രതികൾ മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുമെന്നുള്ളത് എന്നൊക്കെയാണ് FIR-ൽ പറയുന്നത്. അങ്ങനെ മാരകമായ
മർദ്ദനം ഉണ്ടായോ ശ്രീ പി? താങ്കൾ അടക്കം മാരകമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അല്ല, ഈ കേസിൽ ക്രിമിനലുകളായി അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ളവർ അവർ സ്വാഭാവികമായും അവർ പറയുന്നതാണോ മുഖവിലക്കെടുക്കേണ്ടത്? അവർ പറയുന്ന കുറ്റവാളികളല്ലേ ഇവർ? ആ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണോ മുഖവിലക്കെടുക്കുക? ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ UDF ഗവൺമെൻറ്, ആ ഗവൺമെൻറ് പ്രധാന കക്ഷിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് സംഘടിപ്പിച്ചൊരു പരിപാടിയായിരുന്നു ഈ ആക്രമണം. ഈ ആക്രമണം അവർ സംഘടിപ്പിച്ച പരിപാടിയാണ്. ആ അക്രമികളെ പ്രേരിപ്പിച്ചത് കോൺഗ്രസ്സാണ്. അവർക്കവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടാകാം. ആ ബാധ്യതയുടെ ഭാഗമായിട്ടാണ് അവർ ജുഡീഷ്യറിയെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സി പി എന്തായാലും കുറ്റവാളികൾ എന്ന ക്ലാസിഫിക്കേഷൻ വരികയാണെങ്കിൽ താങ്കൾക്കെതിരെ കേസെടുക്കാൻ കോടതി പറയുന്നുണ്ട് പ്രതിയാണ്, പോട്ടെ, അത് വേറെ കാര്യം. സി പി അന്ന് ആ സമയത്ത് ഇൻഡിഗോയുമായി താങ്കൾ കട്ട പിണക്കത്തിലായിരുന്നു. ഇനി മേല ഇൻഡിഗോ കയറില്ല എന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് കയറിയെന്ന് തോന്നുന്നു. ആ പിണക്ക ഇൻഡിഗോയുമായുള്ള പിണക്കകാലം മാറിയോ? ഞാൻ അന്നൊരു കാര്യം ചെയ്തു. ഞാനത് ഇൻഡിഗോ യഥാർത്ഥത്തിൽ ഈ അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. ആ നടപടി സ്വീകരിക്കുന്നതിൽ BJP ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചുകൊണ്ട് ചില ഇടപെടലുണ്ടായി. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ നിലപാട് സ്വീകരിച്ചപ്പോൾ, ഇൻഡിഗോനെ ഉപയോഗിച്ച് ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ എനിക്ക് രണ്ടാഴ്ചക്കോ മൂന്നാഴ്ചക്കോ മറ്റോ ഇൻഡിഗോ യാത്ര ബാൻ ചെയ്തുകൊണ്ടുള്ളൊരു ഉത്തരവുണ്ടായി. ഞാൻ അവരോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ വിമാനത്തിൽ തന്നെ ഞാൻ കയറുന്നില്ല. നിങ്ങൾ 3 ആഴ്ചയല്ലേ, ഞാൻ നിങ്ങളുടെ വിമാനത്തിലേ കയറുന്നില്ല എന്ന് അന്ന് ഞാനൊരു നിലപാട് സ്വീകരിച്ചു. അത് കുറേ കാലം തുടർന്നെങ്കിലും പിന്നീട് അതിലൊരു മാറ്റം വരേണ്ടി വന്നത് സാഹചര്യത്താലാണ്. ആ സാഹചര്യം CPMൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് യെച്ചൂരി അന്തരിച്ചു. ശരിയാണ്, അതെനിക്ക് ഓർമ്മയുണ്ട്. അന്ന് മറ്റു വാഹനങ്ങളൊന്നുമില്ല, താങ്കൾക്ക് അതിവേഗം എത്തേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ഇൻഡിഗോ വിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താങ്കളുടെ പഴയ ഇൻഡിഗോയിലുള്ള അത് മാറ്റിവെച്ച് കയറിപ്പോയി പ്രിയ സഖാവിനെ കാണാൻ വേണ്ടി പോയി. അങ്ങനെയാണ്, സാഹചര്യം മാറും, മനുഷ്യന്മാർ മാറും, നമ്മുടെ വികാരങ്ങളൊക്കെ മാറും. ഒറ്റ ചോദ്യം കൂടി പി. വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം, ആയുധം ഉപയോഗിച്ചുള്ള വധശ്രമം എന്ന കേസും അതും പൊളിഞ്ഞു പോകുന്ന മട്ടാണ്. മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളി, കൊല്ലാൻ ശ്രമം എന്ന കേസും തമ്മിൽ ഒരു സാമ്യമുണ്ടോ ശ്രീ പി ജയരാജൻ? അല്ലല്ല, ഇത് വിമാനത്തിലല്ലേ. ഇത് ഞാൻ പറയണത്, ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത സംഭവമല്ലേ. ഒരു വിമാനത്തിനകത്ത് വെച്ച് ആക്രമിക്കപ്പെടുക, ഒരു വിമാനത്തിനകത്ത് വെച്ചൊരു മുഖ്യമന്ത്രി ആക്രമിക്കാൻ തയ്യാറെടുത്ത് വരിക, നിങ്ങൾ എത്രമാത്രം അപകടകരമായ നിലയാണത്. ആ നിലപാട് തുടർന്നാൽ കേരളം എവിടെ എത്തും? വിമാന സർവീസിന് എന്ത് സുരക്ഷിതത്വം ഉണ്ടാകുക? ഇങ്ങനെ വിമാനത്തിനകത്ത് ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ എയർ സർവീസിൻ്റെ സ്ഥിതി എന്താവും? നമ്മൾ ആലോചിക്കേണ്ട ഒരു ഘടകമാണിത്. അത്തരമൊരു പരിപാടി നിശ്ചയിക്കപ്പെട്ടത് കോൺഗ്രസ് അറിഞ്ഞുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു ശ്രീ പി ജയരാജൻ. അങ്ങ് തിരക്കിനിടയിലും അല്പസമയം സംസാരിച്ചു. ശ്രീ ഫർസീൻ മജീദ്, ഇപ്പോഴും നിങ്ങളെ ഭീകരവാദികൾ, ഭീകരർ എന്നൊക്കെയാണ് പി വിളിക്കുന്നത്. കുറേ അനുഭവിച്ചതാണ്. എയർപോർട്ട് റൂൾ അടക്കം ഇന്ത്യയിൽ തന്നെ അപൂർവമായി ചുമത്തിയ ഒരു FIR, സ്ഥിരം കുറ്റവാളി എന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ സഭയിലെ പ്രസ്താവന, പിന്നാലെ കാപ്പ ചുമത്തൽ, ഗുണ്ട എന്നുള്ള വിളിപ്പേര്, വധഭീഷണികൾ, നേരെ അധ്യാപക ജോലി നഷ്ടം, പിന്നീട് എനിക്കൊന്ന് കോടതിയിൽ പോയി റീഇൻസ്റ്റേറ്റ് ചെയ്തെന്ന് തോന്നുന്നു, നാട്ടിലെ പേരുദോഷം. എന്തായാലും അക്കാലം കഴിയുന്നോ? കേസുകൾ നേരെ തിരിയുന്നോ ഫർസീൻ? ഞാൻ ഏറ്റവും ബഹുമാന്യനായ എൻ്റെ മുൻ MLA കൂടിയായിരുന്നു, രണ്ട് തവണ MLA ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എൻ്റെ ജീവിതത്തിനകത്തെ ശരിയാക്കാം ഫർസീൻ, അത് ശരിയാക്കാം. കോൾ ബാക്ക് പോകുന്നു, ശരിയാക്കി കൊടുക്കൂ. വളരെ സുപ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം 4 വർഷമായി നിരന്തരമായി വന്നിരുന്ന ഒരു നിയമ പോരാട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാന ദിനമാണ് ഇന്നത്തെ ദിനമെന്ന് പറയുന്നത്. കാരണം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നിരന്തരമായ വേട്ടയാടലുകൾ, നിരന്തരമായ പീഡനങ്ങൾ, നിരന്തരമായ നിയമ വിഷയങ്ങൾ, അക്രമങ്ങൾ, ഇതൊക്കെ 4 വർഷക്കാലത്തോളം എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും ഒരു പ്രതിഷേധം നടത്തിയെന്ന ഒറ്റ കാരണം കൊണ്ട് വേട്ടയാടലുകൾ നടത്തി ഇവർ ഒരു സ്ഥിരം കുറ്റവാളികളാണെന്ന് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വെച്ച് പോലും പറഞ്ഞിട്ടും ഞങ്ങൾ ഈ നിയമ പോരാട്ടം വിടാതെ തുടർന്ന് ഈ നിലയിലേക്ക് ഇന്നത്തെ ദിവസത്ത് എത്തിച്ചേർക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്
ഇദ്ദേഹം എൻ്റെ മുൻ MLA കൂടിയായിട്ടുള്ള അദ്ദേഹം ഇന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന ഏറ്റവും സങ്കടകരമായ കാര്യം കൂടി ഞാൻ ഓർത്തെടുക്കാൻ വേണ്ടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിമാനത്തിനകത്തിലെ പ്രതിഷേധം നടത്തി ഇവരൊരു വലിയ കുറ്റവാളികളാണെന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉൾപ്പെടെ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ ഉൾപ്പെടെ PA സുനീഷ് ഉൾപ്പെടെയുള്ള പേരിലെ 3 പേരുടെ ഉൾപ്പെടെ ആളുകൾക്ക് എന്തുകൊണ്ടാണ് കേസെടുത്തത് എന്നത് പോലും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ 2022 ജൂൺ മാസം 13-ാം തീയതി വിമാനത്തിൽ വെച്ചിട്ട് നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ 2 മുദ്രാവാക്യം, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധം എന്ന 2 മുദ്രാവാക്യത്തിൻ്റെ പേരിൽ വലിയ ക്രിമിനലുകളാണ് മുഖ്യമന്ത്രിയെ വധിക്കാൻ വേണ്ടി ചാടി എഴുന്നേറ്റ് വന്നു. ഞാനില്ലെങ്കിൽ മുഖ്യമന്ത്രി അവിടെ കൊല്ലപ്പെടുമായിരുന്നു എന്നാണ് അദ്ദേഹം അന്ന് പോലീസിന് മൊഴി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഞങ്ങളെ പ്രതികളാക്കി, ഞങ്ങളെ ആക്രമിച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മെഡിക്കൽ കോളേജിനകത്ത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിനകത്ത് നിന്നും ഞങ്ങളെ പിറ്റേ ദിവസം ഇവർ അറസ്റ്റ് ചെയ്തു. അന്നല്ല, തൊട്ട് പിറ്റേ ദിവസം ജൂൺ 14-ാം തീയതി ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ കോടതിക്കകത്ത് ഹാജരാക്കി ഞങ്ങളെ ജയിലിനകത്തോട്ട് റിമാൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ ജയിലിനകത്ത് ഞാൻ എത്തിയ ആ നിമിഷം മുതൽ ആ ജയിലിലെ സൂപ്രണ്ടിന് ഞങ്ങളെ ആക്രമിച്ചത് EP ജയരാജനും, ഞങ്ങളെ ആക്രമിച്ചത് അനിൽകുമാറും, ഞങ്ങളെ ആക്രമിച്ചത് സുനീഷുമാണെന്ന് ഞങ്ങൾ റിട്ടേണായി പരാതി കൊടുത്തു. പക്ഷേ ആ ജയിൽ സൂപ്രണ്ട് അത് വാങ്ങിക്കുവാനോ ആ പരാതി സ്വീകരിക്കുവാനോ തയ്യാറായില്ല. കൈ ചുരുട്ടി ആവലാതിക്കാരന്റെ മുഖവും ചേർത്ത് ആഞ്ഞടിച്ച് പരിക്കേൽപ്പിച്ച് ആവലാതിക്കാരെ തള്ളി താഴെയിട്ട് കഴുത്തിന് വിളിച്ച് കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കെതിരെ വധശ്രമം ചുമത്താനുള്ള കാരണം പറഞ്ഞതുപോലെ കേസൊന്നും ബലപ്പെടുത്താൻ വേണ്ടിയല്ലേ? അല്ലാതെ EP ഒക്കെ അങ്ങനെ ചെയ്യൂ ഫർസീൻ? ഒരിക്കലുമല്ല. അദ്ദേഹം ചെയ്തു. ഞാൻ പറയുന്നത് അദ്ദേഹം അതിന് തുടക്കം കുറിച്ചു. കൃത്യമായിട്ട് പറയുകയാണ്, അദ്ദേഹം അതിന് തുടക്കം കുറിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ എന്നെ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നവീൻ കുമാറിൻ്റെ മൂക്കിലടിച്ച് അവനെ വിമാനത്തിൻ്റെ നിലത്തിട്ട് ചവിട്ടി ആ രക്തം ആ വിമാനത്തിൻ്റെ ഫ്ലോറിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ആക്രമിക്കാൻ വന്നവരല്ല എന്ന് അവരോട് പറഞ്ഞിട്ടും അവർ ആഞ്ഞു ചവിട്ടി മർദ്ദിക്കുന്ന സാഹചര്യത്തിൽ നിന്നപ്പോൾ പിന്നെ എന്തിനാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിനകത്ത് അഡ്മിറ്റ് ചെയ്യപ്പെട്ടത്? ഞങ്ങൾ എന്തിനാണ് ഒരു ദിവസം മെഡിക്കൽ കോളേജിനകത്ത് ചികിത്സ തേടിയത്? അവിടുത്തെ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയത് എന്തിനായിരുന്നു? ഞങ്ങളെ വൂണ്ട് സർട്ടിഫിക്കറ്റ് ആ ഡോക്ടർമാർ എന്തിനായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്? ഈ കാരണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളെ ജാമ്യം ലഭിച്ചു. ഇവർ കരുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് ജാമ്യം ലഭിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ കരുതിയിരുന്നത് കേരളത്തിലെ പോലീസിനെ അത്രത്തോളം അന്നത്തെ കേരള പോലീസ് ഈ ജനതയെയും ഈ നിയമ സംവിധാനത്തെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അന്ന് ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നത്. ജൂൺ 25-ാം തീയതി ആദ്യം എനിക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് വലിയതുറ പോലീസ് സ്റ്റേഷനിലേക്കാണ്. എന്നെ മർദ്ദിച്ചവർക്ക് നേരെ നടപടി ഉണ്ടാവണമെന്ന് ആ പോലീസ് സ്റ്റേഷനിലെ SHOയോട് അന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആ SHO പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ പരാതി സ്വീകരിക്കാതെ ഞാനൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ റെസിപ്റ്റ് പോലും തരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങി വന്നു. എന്ത് ചെയ്യണമെന്ന ആശങ്കയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ നിയമപരമായി ആലോചിച്ചപ്പോഴാണ് ഇനി വേറെ രക്ഷയില്ല, ഇവരെ കയ്യിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ നേരെ കോടതിയിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. കോടതിയിൽ പബ്ലിക് ആയിട്ട് ഞങ്ങളൊരു പ്രൈവറ്റ് പെറ്റീഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കോടതി അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം കോടതി ഇപ്പോൾ ബഹുമാനപ്പെട്ട മുൻ LDFിൻ്റെ കൺവീനർ, ഞങ്ങളുടെ മുൻ MLA കൂടിയായിട്ടുള്ള അദ്ദേഹം EP ജയരാജൻ പറയുന്നത് കേട്ടു എന്നോടൊന്നും ചോദിച്ചില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വക്കീൽ കോടതിക്കകത്ത് ഹാജരായി, ഗവൺമെൻറ് വക്കീൽ കോടതിക്കകത്ത് ഹാജരായി, ഇദ്ദേഹം ഒന്നും പ്രതികളല്ല, ഇവരൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിവുകൾ നിരത്തി പറഞ്ഞു എന്നാണ് ഞാൻ കോടതിക്കകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് പോലും കോടതി അതിനകത്ത് ഇവർക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞു. കോടതിക്കെതിരെ കൂടി പരോക്ഷമായി EP പറയുന്നുണ്ട് നമ്മളോട്. കോടതി എന്ന് പറഞ്ഞാൽ പോലീസല്ല, അങ്ങനെ കേസെടുക്കാനുള്ള കഴിയുമോ എന്നൊക്കെ കോടതിക്കെതിരെ പരോക്ഷമായി പറഞ്ഞു. ഞാൻ എത്താം ഫർസീൻ, ഒറ്റ മിനിറ്റ്. ചെമ്മൻ കാരശ്ശേരി, ഇവിടെ ഈ ഫർസീൻ മജീദും ഇവിടെ ഫർസീൻ മജീദ് കൈയുരുട്ടി മൂക്കിലിടിച്ചു എന്ന് പറയുന്ന ഈ അനിൽ കല്ലിയൂർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അവർ കേസിന് ബലത്തിനോട് എഴുതി പിടിപ്പിച്ചാണെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? മറ്റേ അനിൽ തന്നെയാണ്. ഏത് നമ്മുടെ നവകേരള ബസ്സിൻ്റെ സമയത്തെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ മണ്ടയടിച്ച് കയറാൻ ഇറങ്ങി വന്ന അനിൽ കല്ലിയൂർ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് ശീലമുണ്ട്. പോട്ടെ, ചെമ്മൻ കാരശ്ശേരി എയർപോർട്ടും വിമാനത്തിനകവും ഒക്കെ സ്പെഷ്യൽ സെക്യൂരിറ്റി മേഖലയാണ്. അവിടെ ഈ പറയുന്ന പോലെ എങ്കിലും മുദ്രാവാക്യമാകാമോ, പ്രതിഷേധങ്ങളാകാമോ എന്നത് വേറെ ചോദ്യം. പക്ഷെ അന്നുണ്ടായത് ഈ പറയുന്ന പോലെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന കേവലം മുദ്രാവാക്യം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. കേസെടുത്തവർക്കറിയാം, അത് പിണറായി വിജയൻ അറിയാം, അത് EP ജയരാജൻ അറിയാം, അത് CPM അറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ അനുപാതരഹിതമായി ഈ പെരുപ്പിച്ച് മാരകമായ വകുപ്പൊക്കെ ഇട്ട് കാപ്പൊക്കെ ചുമത്തി ഭീകരവൽക്കരിക്കാൻ നോക്കിയതിൻ്റെ തിരിച്ചടിയല്ലേ ഇപ്പോൾ കോടതിയിൽ EP-ക്കെതിരെ ഉണ്ടാവുന്നത്? അങ്ങനെ തിരിച്ചടികളല്ലേ പല കേസുകളിൽ ഉണ്ടാവുന്നത്? അത് പോയ സർക്കാരിനല്ല, ഭരിക്കുന്ന സർക്കാരിനും വരാനിരിക്കുന്ന സർക്കാരുകൾക്കൊക്കെ ഒരു രാഷ്ട്രീയ പാഠവുമല്ലേ ശ്രീ എം എൻ കാരശ്ശേരി? ഹഷ്മി,
ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് വളരെ പ്രസിദ്ധമായൊരു വാക്യമാണ്. നീതി വൈകിയാൽ നീതി നിഷേധിക്കപ്പെട്ടു. ജസ്റ്റിസ് ഡിലേറ്റ്, ജസ്റ്റിസ് ഡിനൈഡ്. അത് പറഞ്ഞത് 19-ാം നൂറ്റാണ്ടിൽ 4 തവണ UK പ്രൈം മിനിസ്റ്ററായിരുന്ന വില്യം ഗ്ലാഡ്സണാണ്. അത് വളരെ പഴയ ഒരു ആശയമാണ്. അത് മനുഷ്യൻ്റെ പൗരാവകാശ സമരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ മാഗ്ന കാർട്ട. അതിൽ അന്നത്തെ ബ്രിട്ടനിലെ രാജാവ് കിങ് ജോൺ ഒപ്പിടുമ്പോൾ അദ്ദേഹം കൂടി ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ നീതി നിഷേധിക്കുകയോ നീതി വൈകിക്കുകയോ ചെയ്യുകയില്ല. മാഗ്ന കാർട്ട ഒപ്പിട്ടത് 9 നൂറ്റാണ്ട് മുമ്പാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1215 ജൂണിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നീതി വൈകാൻ പാടില്ല, നീതി വൈകിയാൽ നീതി നിഷേധിക്കപ്പെടുന്ന. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, 1970-ലാണ് നക്സൽ വർഗീസിനെ പോലീസ് വെടിവെച്ച് കൊന്നത്. അന്ന് വാർത്ത വന്നു ഏറ്റുമുട്ടലാണ് മരിച്ചത്. അന്ന് പൊതുവെ ഞാൻ BA പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ അന്ന് പൊതുവെ നാട്ടിലൊക്കെ വർത്താനം ഉണ്ടായിരുന്നു, അത് ഏറ്റുമുട്ടലൊന്നാവില്ല, ഇവർ വെടിവെച്ച് കൊന്നായിരിക്കും. അത് കഴിഞ്ഞ് 28 കൊല്ലം കഴിഞ്ഞിട്ടാണ് അന്നത്തെ കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായർ അത് വെളിപ്പെടുത്തുന്നത്. ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷിച്ചു. അതിൽ കുറ്റവാളിയായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ലക്ഷ്മണയെ ജീവപര്യന്തം തടവിൽ ശിക്ഷിച്ചു. അപ്പോഴേക്ക് 40 കൊല്ലം കഴിഞ്ഞു. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് നക്സൽ വർഗീസിൻ്റെ കൊലയാളികളെ നമ്മുടെ നീതിപീഠത്തിന് ശിക്ഷിക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് ഇവിടുത്തെ പൊതുവെയുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള എന്തൊരു കൂടിയ വാക്കുകളാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ 2026 ആദ്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, ആഷ്മി, ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുന്ന ആൾ വിമാനത്തിനകത്തുനിന്നാണോ കൊല്ലാൻ നോക്കുക? അത് സാധ്യമാണോ? ആരെ കൊല്ലാൻ വിചാരിച്ചാലും. കാരണം അവിടെ എത്ര സുരക്ഷിതമായ രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അത് വെറുതെ, അതായത് കരിങ്കൊടി കാണിക്കുക, കറുത്ത കുപ്പായമിടുക, കറുത്ത മുഖാഭരണം ധരിക്കുക തുടങ്ങിയുള്ളത് പോലും അദ്ദേഹത്തിന് ചതുർത്ഥിയായിരുന്നു. അപ്പോൾ അതാണല്ലോ ഇപ്പം ശ്രീ EP ജയരാജൻ അതിനെപ്പറ്റി എന്താ പറയുന്നത്? നവകേരള സദസ്സിൻ്റെ മുമ്പിൽ, നവകേരള യാത്രയുടെ മുമ്പിൽ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിൽ തല്ലുകൊണ്ട ശ്രീ തോമസ് ഇപ്പോൾ അവിടെ MLA ആയി. അപ്പം നാട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ നീതി എന്നുള്ളത് ആർക്കും അവകാശപ്പെട്ടതാണ്. അതിൻ്റെ പുറത്തിപ്പോൾ നമ്മുടെ കാലത്തെ വളരെ തമാശയുള്ള ഒരു കള്ളം പറഞ്ഞ കേസല്ലേ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെ കൊല്ലാൻ പോയി എന്ന് പറയുന്നത്? അത് ആരാ പറയുന്നത്? ഞാൻ അമ്പരന്ന് പോയി. നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭാ സ്പീക്കർ പറയാണ്, പിന്നെ മുഖ്യമന്ത്രി പറയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടോ ICUന്ന് അവരെ സാധാരണ ഒരു രോഗിയെ ഡിസ്ചാർജ് അവരെ കാറിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതൊരു, അതായത് സത്യാനന്തര കാലം എന്നുള്ള നമ്മുടെ ഇന്നത്തെ ഒരു പറച്ചിലുണ്ടല്ലോ, അതിൻ്റെ ഒന്നാം തരം ഉദാഹരണമാണ് ആ ശ്രീമതി വീണ ജോർജിനെ കൊല്ലാൻ പോയി. ഗറില്ല യുദ്ധമുറ എന്നാണെന്ന് പറഞ്ഞു. എവിടെ? 3 മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 30ഓളം പോലീസുകാരുടെ നടുവിൽ നിൽക്കുന്ന മന്ത്രിയെ 4-5 ചെറുപ്പക്കാർ കൊല്ലാൻ വന്നു. അവരുടെ കയ്യിൽ കറുത്ത കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ 10-15 ദിവസം ജയിലിൽ കിടന്നു. ഇപ്പോൾ ഈ കുട്ടികളിപ്പോൾ 4 കൊല്ലമായിട്ട് കഷ്ടപ്പെടുന്നു പറയുന്നു. അപ്പം എതിരായിട്ടൊരു വാക്ക് മിണ്ടിപ്പോവരുത്, അത് നീയൊക്കെ അനുഭവിക്കും എന്നുള്ളതാണ്. പിന്നെ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള നീതി ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതിന് നമുക്ക് എത്രയെങ്കിലും ഉദാഹരണമുണ്ട്. ഏറ്റവും ചെറിയൊരു കാര്യമായിരുന്നില്ലേ 2022 എന്ന എൻ്റെ ഓർമ്മ, ആ ഹർഷനെ ഉന്നയിച്ച പരാതി. എത്ര എളുപ്പം അത് തീർന്നു. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു സ്ത്രീയുടെ വയറ്റിനകത്ത് കത്രിക വെച്ചു എന്ന് അവർ മാസങ്ങൾ കഴിഞ്ഞ് മനസ്സിലാക്കി അവരത് പരാതിയായിട്ട് വരുന്നു. നടപടി എടുക്കാലോ, എടുത്തില്ല. 4 കൊല്ലം അവർ റോട്ടിലായിരുന്നു. അല്ലെ ചോക്കു. ഇപ്പോൾ ഏതൊക്കെ കേസ്, ഇപ്പോൾ വാളയാർ കേസ് 2017 അത് CBIക്ക് വിടുന്ന എല്ലാവരും പറഞ്ഞു. അത് കുറേ കാലം പിടിച്ചു വെച്ചു, CBIക്ക് വിട്ടു. പിന്നെന്ത് പറഞ്ഞു? CBI കണ്ടെത്തിയിട്ടുണ്ട് ആ 13ഉം 9ഉം വയസ്സായ പെൺകുട്ടികളുടെ അമ്മ കൂടി അതിൽ പ്രതിയാണ്. ആയിക്കോട്ടെ, അമ്മ പ്രതിയാണ്, അത് തെളിയിച്ചാൽ മതിയല്ലോ. അമ്മ പ്രതിയാണെന്നോ അല്ലാന്നോ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല, പൗരാവകാശ പ്രവർത്തകർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസ് ആലോചിച്ച് നോക്കൂ. അവരെന്താ പറഞ്ഞത്? CBIക്ക് വിടെന്താ പറഞ്ഞത്? അതിപ്പോൾ വിട്ടു. അപ്പോൾ അതുവരെ എന്തിനാണത് പിടിച്ചു വയ്ക്കുന്നത്? അതൊക്കെ ഞങ്ങൾക്കെതിരായിട്ട്, അതായത് ഗവൺമെൻറ് എന്ന് പറയുന്നത്
ചോദ്യം ചെയ്യാനോ പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ പറ്റാത്ത ഏതോ വിശുദ്ധമായ രാജപദവിയാണ് എന്ന തരത്തിൽ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത്ര ഒരുപടി ഉണ്ട് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. മാത്രമല്ല പക്ഷേ ഇപ്പോൾ ഈ നവകേരള ബസ്സിന് ഷൂ എറിഞ്ഞ് ആ ഷൂ കാരണം ബസ് മറിഞ്ഞ് അത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെ മരണത്തിന് കാരണമാകും എന്ന് പറഞ്ഞ് വധശ്രമത്തിന് കേസെടുത്ത എഫ്ഐആർ ഒക്കെ കോമഡി എഫ്ഐആർ ഏത് ഷൂ എറിഞ്ഞത് ബസ് മറിച്ചിട്ട് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊല്ലാനാണ്. അപ്പോൾ അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ബാക്കി ഉള്ള വധശ്രമം ചുമത്തലും ഈ പറഞ്ഞ എയർക്രാഫ്റ്റ് റൂളൊക്കെ ഒന്നുമില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. പക്ഷേ രാജേഷ് ചെറുപ്പാട് ഇത് ശ്രീ എം എൻ കാരശ്ശേരി എണ്ണി പറയുകയായിരുന്നു. ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ആ കാഫർ സ്ക്രീൻഷോട്ടിൽ ഒരാൾ അറസ്റ്റിലായത്. അവിടുത്തെ ഡിവൈഎഫിയുടെ ബ്ലോക്ക് നേതാവാണ് കേട്ടോ. എന്നാൽ വടകര തെരഞ്ഞെടുപ്പിൽ തലേന്നാളാണ് കൈവിട്ടുപോയാൽ നാട് കത്തി കുട്ടിച്ചോറാവാൻ പര്യത്തിൽ ഈ വർഗീയ പണി. ഡിവൈഎഫ് നേതാവ് അധ്യാപകൻ കൂടിയായ റിബേഷ് രാമകൃഷ്ണനിലേക്ക് എത്തിയതാണ്. അതോടെ അന്വേഷണം അന്തരിച്ചു. ഇപ്പോൾ SIT വടകര സ്ക്വാഡിലേക്കും ഡിവൈഎഫ് ഈ പറയുന്ന ബ്ലോക്ക് നേതാവിൻ്റെ അറസ്റ്റിലേക്കും എത്തിയിരിക്കുന്നു. അവിടെ ഒന്ന് ബാക്കിലോട്ട് പോവോ എന്ന കാര്യം അറിയില്ല. പോയാൽ എവിടം വരെ പോകുന്നു കാത്തിരുന്ന് കാണാം. അതടക്കം ഭരണം മാറിയപ്പോൾ കേസുകൾ പൂർവാധികം ശക്തിയിൽ തിരിച്ചടിക്കുകയുമാണ്. ഇത്തരം കേസുകൾ കൂടി പരാജയകാരണമായി, ഇത്തരം FIRകൾ കൂടി പരാജയകാരണമായി എന്ന് തോൽവി വിലയിരുത്തുന്ന CPM അതിൻ്റെ പരാജയകാരണ പട്ടികയിൽ എഴുതി ചേർക്കണ്ടേ ശ്രീ രാജേഷ് ചെറുപ്പാട്? അല്ല, ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പം എം എൻ കാരശ്ശേരി മാഷും പിന്നെ ഫർസിനും ജോർജ് ജോസഫ് സാറ് സംസാരിച്ചിട്ടില്ല. എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും ആളുകൾ പറഞ്ഞിരിക്കുന്ന, അപ്പം ഹാഷിം താജ് ഇബ്രാഹിം അടക്കമുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞ ഈ സംവാദ പരിപാടി നീണ്ടുപോകും, ഇവിടെ നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ വിഷയാധിഷ്ഠിതമായിട്ട് ചില കാര്യങ്ങൾ പറയാം. അപ്പോൾ ഹാഷിം താജ് ഇബ്രാഹിം ആ തുടക്കത്തിൽ അതിൻ്റെ ഇൻട്രോയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പി രാജീവ് LDFിൻ്റെ ചില തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനവും സ്വയം വിമർശനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് ഹാഷിം പറയുന്നൊരു കാര്യം, അത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല മീഡിയകളും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് ഏതെങ്കിലും പി രാജീവ് എന്ന് പറയുന്ന സഖാവ് ഒരു തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുന്നതല്ല. EMSൻ്റെ ലോകം എന്ന സെമിനാറിനോടനുബന്ധിച്ചുള്ള വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി എന്നുള്ള നിലയിൽ പാർട്ടി പൊതുവെ എടുത്ത, പാർട്ടി സെക്രട്ടേറിയറ്റും പിന്നെ സംസ്ഥാന കമ്മിറ്റിയും പൊതുവെ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നതാണ്. അല്ലാതെ പി ജയരാജൻ തൻ്റെ പി രാജീവ് തൻ്റെ സ്വന്തമായ അഭിപ്രായത്തിൽ പറയുന്ന കാര്യങ്ങളല്ല. അങ്ങനെയുള്ളൊരു കാര്യമല്ല അത്. അതാദ്യം മനസ്സിലാക്കുക. എന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് ഇത് ഞാൻ പറഞ്ഞത്. നേരത്തെ ഈ ദുർഗ്രാഹ്യമായ ഭാഷ ഉപയോഗിക്കലുണ്ടല്ലോ, ആ ഭാഷ വിട്ട് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പാർട്ടി പറഞ്ഞു തുടങ്ങിയ നല്ലവരും ഞാൻ പറഞ്ഞേ. ഞാനത് പി രാജീവിന്റെ സ്വന്തം സ്ഥാനം പറഞ്ഞില്ല. CPMന്റെ വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ തന്നെ അല്ല പി രാജീവ് പറയുക. മനസ്സിലായപ്പോൾ ഹാഷിം താജ് ഇബ്രാഹിം പറഞ്ഞ ദുർഗ്രാഹ്യമായ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാനൊരു സംവാദത്തിന് ഇപ്പം ഇല്ല. അപ്പം അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, അല്ലാതെ ഇപ്പം എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അതിനെ ദുർഗ്രാഹ്യതയെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാർഗണുകൾ ഉപയോഗിച്ചുകൊണ്ട് അതെന്തോ വലിയ മനുഷ്യവിരുദ്ധമായൊരു സംഗതിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അറിയത്തില്ലാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയില്ല അതിന്, അല്ലേ? നമ്മളൊക്കെ കോളേജ് വിദ്യാഭ്യാസവും പലതരത്തിലുള്ള ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു പൊതുവായ രീതിയിൽ എന്താണ് അല്ല ഇപ്പം അതിൻ്റെ ഒരു വിഷയം എന്താണ്, നിങ്ങൾക്കറിയത്തില്ലാത്ത കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് അറിയില്ല എന്ന് ധരിക്കരുത്. അതിനെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് അതിനെ പരിഹാസ്യമായിട്ട് അവതരിപ്പിച്ചത് കൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. സത്യമായി മനസ്സിലാവത്തോണ്ടാണ് ഞാൻ ആരെയും കളിയാക്കിയതല്ല. അങ്ങേക്ക് അറിയാമെങ്കിൽ അത് കേൾക്കാൻ അങ്ങേക്ക് അറിയുമെങ്കിൽ അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം, അതൊന്ന് ആദ്യം ഒന്നാക്കി തരുമോ? അല്ല എനിക്ക് സത്യം മനസ്സിലാവാത്തോണ്ടാണ്. അല്ലല്ല പറയേണ്ട കാര്യമില്ലപ്പാ. അതിപ്പോ പറയണ്ട, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം, അതല്ലല്ലോ വിഷയം, അതല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ല നമുക്ക് പറഞ്ഞു തരൂ, വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. അതേസമയം ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. അതിനർത്ഥം പറഞ്ഞു എന്താണ് രാജേഷ് ചെറുപ്പാട്. അല്ല എന്താണ് വസ്തുനിഷ്ഠ എന്നുള്ളത് ആദ്യം എന്താണ് വസ്തുനിഷ്ഠ എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് വസ്തുനിഷ്ഠത, അല്ലേ? ഒബ്ജക്റ്റിവിറ്റി, സബ്ജക്റ്റിവിറ്റി എന്താണ്, ഒബ്ജക്റ്റിവിറ്റി ആണ്, ഇതൊക്കെ പഠിക്കണം.
ഇതൊക്കെ പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അല്ല, അങ്ങ് പറഞ്ഞു തരുവാ, എനിക്ക് അറിയാവുന്നവർ പറഞ്ഞു തരൂ. വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തു പോട്ടെ. ഇത് താങ്കളെ പോലുള്ള ബുദ്ധികൾക്ക് മാത്രമേ മനസ്സിലാവൂ, ഇത് സാധാരണക്കാരന് മനസ്സിലാവില്ല. ഒരുപക്ഷെ കാരശ്ശേരി ഭാഷ മനസ്സിലാവുമായിരിക്കും, ജോർജ് ജോസഫിനോ എനിക്കോ ശ്രീ ഫർസിനെ പോലെ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. കാരശ്ശേരി ഭാഷയെ പോലെ ഒരുപാട് വായിച്ച ഞാൻ പറയുന്നത് പാർട്ടി പ്രവർത്തിക്കുന്നത് ഇത്തരം മനുഷ്യന്മാർക്കിടയിലല്ല, താങ്കളെ പോലുള്ള ബുദ്ധികൾക്കിടയിലല്ല, പാർട്ടി പ്രവർത്തിക്കേണ്ട സാധാരണക്കാർക്കിടയിലാണ്. ഇപ്പോ തോൽവിയുടെ കാരണങ്ങൾ പറയുമ്പോൾ പി രാജീവനും എം പി ഗോവിന്ദനും യാതൊരു ദുർഗ്രാഹ്യവും ഇല്ലല്ലോ, ഏതെങ്കിലും മൂർത്തിവത് സാഹചര്യങ്ങളിലും അന്തർധാര പറയുന്നില്ലല്ലോ. നീർക്കുന്ന കാര്യങ്ങൾ പറയൂ. ഞാൻ പറയുന്നത് അത് തന്നെയാണ് ഏറ്റവും ഗംഭീരമായ ഭാഷ. സാധാരണക്കാർ മനസ്സിലാവുന്ന ഭാഷ ഉപയോഗിക്കൂ. പോട്ടെ, ഞാനതിനെ മറ്റേ ഭാഷ മഹാമോശമാണെന്നല്ല, നമ്മുടെ ബുദ്ധിയുടെ പരിമിതി. പോട്ടെ, നമുക്കറിയാത്തത്. ശരി, വിഷയത്തിലേക്ക് വാ. വിഷയത്തിലേക്ക് വാ. ശരി, അത് വിഷയത്തിലേക്ക് വാ എന്ന് പറഞ്ഞാൽ ഈ കേസുകളുടെ ഒരു നിരയുണ്ട്. അപ്പൊ ഈ കേസുകൾ കൂടി, അല്ലെങ്കിൽ ഈ വ്യാജ കേസുകൾ കൂടി, ഈ വ്യാജ FIR-കൾ കൂടി പരാജയത്തിന് കാരണമായി ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്ന് പരാജയ കാരണങ്ങളുടെ കൂട്ടത്തിൽ എഴുതി വെക്കേണ്ട CPM. അതായിരുന്നു ചോദ്യം. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് EP ജയരാജൻ സഖാവിനെതിരെ എടുത്ത കോടതി കേസെടുക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ദൃക്സാക്ഷിയായിട്ടുള്ള EP ജയരാജൻ സഖാവ് തന്നെ വളരെ വളരെ വസ്തുനിഷ്ഠമായി വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം പറയാനില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്, അത് ഊന്നി പറയേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാരശ്ശേരി മാഷ് പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഒരു വിമാനത്തിനകത്ത് ഒരു വിമാനം എന്ന് പറയുന്നത് ആകാശത്തിലൂടെ സഞ്ചരിച്ച് ഭൂമിയിൽ എത്തിച്ചേർന്ന് ഭൂമിയിൽ നിന്ന് ഉയർന്ന് ആകാശത്തിലൂടെ സഞ്ചരിച്ച് ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംവിധാനമാണ്. അപ്പം നമുക്ക് സമരം ചെയ്യാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താനുമുള്ള ഇടങ്ങളുണ്ട്. അപ്പം അതിൻ്റെ എയർക്രാഫ്റ്റ് റൂളുകളടക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പം എവിടെയും നമുക്ക് സമരം ചെയ്യാമെന്നുള്ളതല്ല, നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചില ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിലാണ് അത് ചെയ്യേണ്ടത്. അതിന് പകരം ഇവർ ചെയ്തതെന്താണ്? അത് EP ജയരാജൻ സഖാവ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് സാധാരണ ഭീകരപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. ഇത്തരത്തിലുള്ള വിമാന റാഞ്ചലുകൾ, ഇത്തരത്തിലുള്ള നിരോധിതമായ മേഖലകളിൽ പോയിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് വിമാനത്തിനകത്ത് 4 മുദ്രാവാക്യം വിളിക്കുന്നത് മാരകാപരാധമാണോ? നമുക്ക് വേറെ ചർച്ച ചെയ്യാം. എന്ന് പറഞ്ഞാൽ കോടതിക്കകത്ത് ബോംബെറിഞ്ഞ സമരമൊക്കെ നമ്മൾ പണ്ട് കണ്ടതാണല്ലോ. അവരൊന്നും ഭീകരവാദം നമ്മൾ വിളിച്ചിട്ടില്ല. ഭഗത് സിംഗിനെ പോട്ടെ, അത് വിട്ടേക്ക്, വേറെ കാര്യം, അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ ഉണ്ടായത് എന്താണ്? ഇവിടെ പകൽ പോലെ ദൃശ്യങ്ങളുണ്ട്. എന്താണ് ദൃശ്യം? അതായത് പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം എന്ന വളരെ താഴ്ന്ന സ്ഥായിലുള്ള 4 മുദ്രാവാക്യമാണ് ദൃശ്യങ്ങൾ അത്ര ഉള്ളത്. ആ ദൃശ്യങ്ങളെയാണ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ വന്നു എന്ന മട്ടിൽ അടിക്കുകയും താങ്കൾ ഈ നേരത്തെ പറഞ്ഞ എയർക്രാഫ്റ്റ് റൂൾ അടിച്ചു കൊടുത്തു. എന്തുണ്ടായി? എയർക്രാഫ്റ്റ് റൂള് അവിടെ കേന്ദ്രത്തിന് അനുമതി വേണമെന്ന് അറിയാതെ ഇവിടെ അടിച്ച് കോടതി കൊടുത്തു. കേന്ദ്രാനുമതി വേണമെന്ന് അറിയാൻ വേണ്ടി 5 or 6 തവണ കത്തെഴുതി. അവർ നോക്കി മെറിറ്റില്ല. എന്താണ് ഈ സാധനം ചുമത്താനുള്ള മെറിറ്റ് ഈ കേസിനില്ല എന്ന് മനസ്സിലാവുന്നു. ഒടുവിൽ ഈ നാടിൻ്റെ മുഖ്യമന്ത്രി വിമാനത്തിനുള്ളിൽ കൊല്ലാൻ നോക്കിയൊരു കേസിൽ 4ാം വർഷം നാണം കെട്ട് ഈ പറയുന്ന എയർക്രാഫ്റ്റ് റൂളൊക്കെ ഒഴിവാക്കിയാണ് കുറ്റപത്രം കൊടുത്തത്. വധശ്രമം പോലും നിൽക്കുമോ എന്നുള്ള ആരും നമുക്ക് കാത്തിരുന്ന് കാണാം. രാജേഷ്, ഞാൻ പറയുന്നത് കേസെടുക്കൂ, പക്ഷെ അനുവാദരഹിതമായി ഈ താങ്കൾ പറഞ്ഞ ഭീകരന്മാർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ കാണുന്നുണ്ട്, അവർ പരിഹസിക്കുന്നുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലമാണ് മാരകമായി തിരിച്ചടി. ആൾക്കാരൊക്കെ കണ്ടോട്ടെ, ആൾക്കാർ കാണുന്നതിൻ്റെ അല്ല. ഈ കേസൊക്കെ എടുത്തോട്ടെ, കേസിൻ്റെ വഴിക്ക് നടക്കും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇത്തരത്തിലുള്ള ആളുകൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സമ്മന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഇരിക്കുന്ന വിമാനത്തിൽ കയറി ഈ പ്രതിഷേധത്തിലേക്ക് അവർ അങ്ങനെ അടുക്കുകയാണ്, അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കും. ഞാൻ ഇതിനേക്കാൾ ശക്തമായി പ്രതിരോധിക്കും. ചിലപ്പോൾ അദ്ദേഹം കുറെ കൂടി, ഇവരെല്ലാം യുവാക്കളാണ്, അദ്ദേഹം കുറേ കൂടി ആരോഗ്യപരമായിട്ട് കുറേ കൂടി പരിമിതികളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ, അതിലൊരു തെറ്റുമില്ല, പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം അതിന് ചേർത്തത്. എത്ര കൃത്യമായിരുന്നു അത്! ഞാനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആരുമാണെങ്കിലും അദ്ദേഹത്തിന് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു പാനിക് സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതിരോധമാണ്. ഒന്നാം തരം ഉഗ്രനായിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമാണ് സഖാവ് EP ജയരാജൻ അവിടെ നടത്തിയത്. ഒരു സംശയവുമില്ല. അതാരാണെങ്കിലും അത് ചെയ്തു പോകും, ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ. അതിനോട് ഞാൻ യോജിക്കുകയാണ്. എന്നാൽ വിമാനത്തിനകം പ്രതിഷേധിക്കാനുള്ള വേദിയാക്കേണ്ടതുണ്ടോ എന്ന് എല്ലാ സമരക്കാരും ആലോചിക്കണം. പ്രതിഷേധിക്കാൻ വേറെ വഴിയുണ്ട്. ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്കാണ് ഇടപെടൽ ശേഷം. ശ്രീ ജോർജ് ജോസഫ്, ഈ കേസ് മാത്രമല്ല, വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം കഴുത്ത് പിടിച്ച് പിരിച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞത് പാർട്ടി സെക്രട്ടറി തന്നെയാണ്. എന്നാണ് കേട്ടതെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ്. വലിയ പ്രതിഷേധങ്ങൾ, ഓഫീസ് ആക്രമണങ്ങൾ ഉണ്ടായി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ ജോർജിനെ തന്നെ പുറത്തു വന്ന മൊഴി ഈ പറയുന്ന ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും അതൊരു മുദ്രാവാക്യം കരിങ്കൊടി മാത്രമേ ഉള്ളൂ എന്നും എന്നാണ് പുറത്തു വന്ന മൊഴി. അപ്പോൾ പിന്നെ ഗൺമാൻ പറഞ്ഞ മൊഴി അത് കള്ളമായിരുന്നു, അന്ന് മന്ത്രി അതിന് കൂട്ടുന്നു, അന്നത്തെ മന്ത്രി അതിന് കൂട്ടുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ബസ്സിന് നേരെ പ്രതിഷേധങ്ങൾക്ക് നേരെ നടന്ന രക്ഷാദൗത്യം മാത്രമല്ല ഷുവർ റിപ്പോർട്ട് ചെയ്ത എൻ്റെ സഹപ്രവർത്തകരടക്കം നേരിടുന്നുണ്ട് മാരക വകുപ്പിലെ കേസ്. ഏത് ഭരണമായാലും ഇങ്ങനെ കാണിക്കരുത് എന്നതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളല്ലേ ശ്രീ ജോർജ് ജോസഫ്? 1, 2, 3 എന്ന മട്ടിൽ ഈ പുറത്തേക്ക് വരുന്ന അനാവരണം ചെയ്യപ്പെടൽ ശ്രീ ജോർജ് ജോസഫ്?
ഇല്ല, ഇത് ഞാൻ എല്ലാവരും സംസാരം കേട്ടു. തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ ആൻറ്റി ഹൈജാക്കിംഗ് കോഴ്സുണ്ട് CBIയുടെ. അത് കേരളത്തിൽ വളരെ ചുരുക്കം ആൾക്കാരെ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യും. ഞാൻ അറ്റൻഡ് ചെയ്ത മനുഷ്യനാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ എയർപോർട്ടിന് ഇതുപോലെ ഫ്ലൈറ്റ് തട്ടിക്കൊണ്ട് പോകുന്ന സന്ദർഭത്തിലൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് കൂടുതലും അതിലത്തൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ സിവിൽ ആവിയേഷൻ ആക്റ്റും ഉണ്ട്, എയർപോർട്ട് ആക്ട് 1986 ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് അതിനകത്തുള്ള എയർപോർട്ടിനകത്തെ സ്റ്റാഫുണ്ട്, അവരാണ് സാധാരണഗതി നോക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഗവൺമെൻറ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ അവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകണം. ഇത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്ത ശേഷമുള്ള ഒരു സംഭവമാണ്. അതിനകത്ത് EP ജയരാജൻ അവരെ ഭീകരമായിട്ട് മർദ്ദിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ആ ഗവൺമെൻറ്റും മറ്റും ഇവരെ ശരിക്കും 3 പേരെയും മർദ്ദിച്ചു. അതിനുശേഷം അതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ ഞാൻ ഇന്നും എൻ്റെ മനസ്സിലിരിപ്പുണ്ട്. എയർപോർട്ടിൻ്റെ വെളിയിൽ അവർ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ ഗ്രൗണ്ടിൽ അവിടെ അവശരായി ഇവർ ഇരിക്കുന്ന 2 പേരുടെയും ദൃശ്യം. അപ്പം ഭീകരമായിട്ട് മർദ്ദിച്ചു. അപ്പോൾ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടായാൽ എന്ത് ചെയ്യും? കാരണം ഈ ഫ്ലൈറ്റ് തട്ടിക്കൊണ്ട് പോകുന്ന കാര്യത്തിനൊക്കെ ആണെങ്കിൽ അവർ ഇമ്മീഡിയറ്റായിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ഇതിനകത്തൊരു അടിപിടി ഉണ്ടായി. കാരണം നമുക്കറിയാമല്ലോ, വെള്ളം അടിച്ചിട്ട് അതിനകത്ത് കിടന്ന് തുണി പൊക്കി കാണിക്കുന്നതും വെള്ളം അടിച്ചിട്ട് കിടന്ന് അലമ്പുണ്ടാക്കുന്ന എത്രയോ മലയാളി യാത്രക്കാരെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എയർപോർട്ട് സ്റ്റാഫ് അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിലുള്ള അവർ സ്റ്റാഫ് തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വളരെ ലോ ആയിട്ട് 2-3 പേര് വിളിച്ചു. അത് ഒരു രാഷ്ട്രീയപരമായിട്ടാണ് അതിൻ്റെ അകത്ത് തീരുമാനം പിന്നെ എടുത്തത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം മുഖ്യമന്ത്രി മുൻ സീറ്റിലാണ് ഇരുന്നത്, അതിൻ്റെ ഒരു 5-6 സീറ്റിൽ പിന്നിലാണ് ഇവരിരുന്നത്. അതിൻ്റെയും പിന്നിലാണ് ഇതിനകത്ത് EP ജയരാജനും ഇരുന്നത്. അദ്ദേഹം അതിനകത്ത് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് അവർ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിക്കാർ അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ. അവരവരുടെ സീറ്റിലിരിക്കുകയല്ലോ, ഒരു ആയുധം കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ആർക്കും ഫ്ലൈറ്റിൽ. അപ്പോൾ അവരവരുടെ സീറ്റിലിരിക്കുകയാണ്, ഒരു സാധനവും ഒരു ആയുധമില്ല, മുഷ്ടി ചുരുട്ടി അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവും. അത് ആ രീതിയിൽ അങ്ങ് പരിഗണിക്കണമെന്നായിരുന്നു. വളരെ ലോ വോയിസിലാണ്, വയലൻ്റ് അല്ലായിരുന്നു. മുഖ്യമന്ത്രി മുൻ സീറ്റിലാണ്ട് ഇറക്കിക്കൊണ്ട് അങ്ങ് പോകേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇത് രാഷ്ട്രീയപരമായി ഇതിനെ കണ്ടിട്ട് അവരെ ഭീകരമായി ക്രൂരമായി മർദ്ദിച്ചു. അതേ സമയത്ത് ഇപ്പോഴ് വന്നിരിക്കുന്നത് പോലീസ് കൊടുത്ത അന്നത്തെ ആ കേസിൻ്റെ അതിനകത്ത് ഈ പറയുന്ന എയർപോർട്ട് ആക്ട് അനുസരിച്ചോ അല്ല അങ്ങനത്തെ വകുപ്പുകളൊന്നുമില്ല. അതിന് സാങ്ഷനും കൊടുത്തിട്ടില്ല. ഇവരെ ഭീകരമായിട്ട് മരിച്ച് ഇവർ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ പരാതി കൊടുത്തിട്ട് ഇവരെ പരാതി കേൾക്കാൻ കൂടി തയ്യാറായില്ല. അതേസമയത്ത് ഇവർ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തു. ആ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഇപ്പോൾ കോടതിക്ക് മനസ്സിലായി ഇവർക്ക് ഭീകരമായ മർദ്ദനമായിട്ടുണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് കൊണ്ട്. അത് എയർപോർട്ടിന് അത് ഫ്ലൈറ്റിനകത്ത് വെച്ചുണ്ടായാണ്. അതിന് കോഗ്നിസൻസ് കോടതി എടുത്തല്ലേ പറ്റുള്ളൂ. അത് EP ജയരാജനല്ല ആരായാലും അതിനകത്ത് കോഗ്നിസൻസ് എടുക്കും. കാരണം പൈലറ്റ് അതിനകത്ത് വന്ന് സാക്ഷി പറയും, അല്ലെങ്കിൽ അതിനകത്തെ സ്റ്റാഫുകൾ അതിനകത്ത് എയർപോർട്ടിനകത്തുണ്ടായിരുന്ന അവരുടെ ക്രൂ അവരൊക്കെ വന്ന് ഈ കൃത്യമായിട്ട് ഈ സംഭവം പറയുകയും ചെയ്യും. അതിനകത്ത് എവിഡൻസ് ഉണ്ട്. കോടതി അതുകൊണ്ടാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അത് തള്ളിക്കളഞ്ഞില്ല, അത് പ്രൊസീഡ് ചെയ്യാൻ. പോലീസ് അത് ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് കോടതി അംഗീകരിച്ചില്ല. കാരണം ഇവർക്ക് ഭീകരമായ മർദ്ദനമേറ്റിട്ടുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കോടതിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എയർപോർട്ടിനകത്ത് വെച്ച് അല്ലെങ്കിൽ അതിനകത്താണ് സംഭവം. അത് ട്രിവാൻഡ്രം എയർപോർട്ട്. അപ്പോൾ ജൂറിസ്ഡിക്ഷണൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഫ്ലൈറ്റിനകത്ത് വെച്ചുണ്ടായൊരു സംഭവം ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. അതിനകത്ത് ഭീകരമായ 2-3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിന് കോഗ്നിസൻസ് കോടതി എടുക്കും, അത് മാറ്റി നിർത്താൻ പറ്റില്ല. അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ നേരെ എന്തെങ്കിലും അക്രമം ഉണ്ടായതായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലൊരു സംഭവം അവിടെ ഇല്ല. അവർ മുദ്രാവാക്യം വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പല മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ നേതാക്കന്മാർ മനഃപൂർവ്വം ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി കള്ളം പറയുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. അവരാരും അതും വിശ്വസിച്ചു. വീണ ജോർജിൻ്റെയൊക്കെ ഉദാഹരണം അതാണ്. അപ്പോൾ ആ രീതിയിൽ CPM ലീഡേഴ്സ് പലരും അവർ വേറൊരു കഥയുണ്ടാക്കി മെനഞ്ഞ് അതിലേക്ക് നിയമം നടപ്പാക്കുന്നത് അതിനി കേരളത്തിൽ വില പോകില്ല. കാരണം ഒത്തിരി സംഭവങ്ങൾ ഇതും അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. നമുക്കറിയാമല്ലോ, അവിടെ ആലപ്പുഴയിലെ ആ MLA ഇപ്പോഴത്തെ ആ MLA ആയ വ്യക്തിയെ അവരെ ഭീകരമായിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണോ പാർട്ടി വളർത്തുന്നത്? അതുകൊണ്ട് ഇതിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ കേരളത്തിൽ ഇവർ 0 ആകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അതുകൊണ്ട് ഇപ്പം കറക്ഷണൽ മെത്തേഡൊക്കെ പാർട്ടി സ്വീകരിച്ചു വരുന്നുണ്ട്, നല്ല കാര്യം. കാരണം കോൺഗ്രസിന് ബദലായിട്ട് ഇവിടെ വേറൊരു പാർട്ടി വരാൻ സാധ്യതയില്ല, CPM മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വരട്ടെ, കുറച്ചുകൂടെ ഒരു പക്വതയുള്ള ഇതുപോലെ കള്ളം പറയാത്ത നേതാക്കന്മാർ ഒരു തലമുറ ഇവിടെ ഉണ്ടാകട്ടെ. സത്യമായിട്ട് പറയാൻ പഠിക്കണം. എല്ലാത്തിനും ഇതുപോലെയുള്ള കള്ളങ്ങളും പുതിയ കഥകളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിവിടെ വിലപ്പോകില്ല. EP ജയരാജനെതിരായിട്ട് കൃത്യമായ കോഗ്നിസൻസ് കോടതി എടുക്കും.
കാരണം അത് ഇപ്പോഴത്തെ UDF അത് തിരിച്ച് ആ കോടതിയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സത്യമല്ലേ എഴുതി വെക്കാനൊക്കെ ഉള്ളൂ. നമ്മൾ കണ്ടല്ലോ കള്ളം പറഞ്ഞ് ആലപ്പുഴയിലെ ആ MLA മർദ്ദിച്ച സമയത്ത് അവിടുത്തെ ആ ADGP കൃത്യമായിട്ട് ആ ഫയൽ ഇവിടെ വിളിച്ചു വരുത്തി ആ ഫയലിനകത്ത് മുഴുവൻ കള്ളം ചേർത്ത് എഴുതി വെപ്പിച്ച് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ADGP പ്രതിയാവുമല്ലോ. കാരണം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അതുകൊണ്ട് ഈ കള്ളം വിളിച്ച് നേരത്തെ ഉണ്ടായിരുന്ന LDF കഴിഞ്ഞ 10 വർഷം പല ആൾക്കാർക്ക് ഇത് പറ്റിയിട്ടുണ്ട്. അതൊരു പാർട്ടിയുടെ നയമാണോ എന്ന് എനിക്കറിയത്തില്ല. ചില വ്യക്തികളാണ് അതിനകത്ത് ഇതുപോലെ രീതിയിൽ പാർട്ടിയെ നശിപ്പിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. പോയ സർക്കാരിന് മാത്രമല്ല അധികാരത്തിലിരിക്കുന്ന ആർക്കും ബാധകമാവുന്ന പാഠമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അനുവാദരഹിതമായി കേസിട്ടാൽ സമരങ്ങളെ ആ രീതിയിൽ ഭീകരവൽക്കരിക്കാൻ നോക്കിയാൽ അതിപ്പോൾ ഭരിക്കുന്നവരാണെങ്കിലും ഇനി വരാതിരിക്കുന്നവരാണെങ്കിൽ കൂടിയും അങ്ങനെ നോക്കിയാൽ അനുവാദരഹിതമുള്ള ജനം മുഴുവൻ മണ്ടന്മാരല്ല. ജനത്തിന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഉണ്ട്. അവർ ബാലറ്റിൽ കൂടി തിരിച്ചു കുത്തും എന്നുള്ളതിന് ഉദാഹരണം കൂടിയാണല്ലോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഫർസിൻ, ഇവിടെ അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ പ്രതിഷേധം എന്നുള്ളത് നിങ്ങളുടെ വിമാനത്താവളത്തിനകത്തെ പ്രതിഷേധത്തിന് ന്യായം. അസാധാരണ സാഹചര്യം എന്തായിരുന്നു? അന്ന് സ്വർണ്ണക്കടത്തായിരുന്നു കേട്ടോ ആ സമരം. സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഏതോ വഴിക്ക് അങ്ങോട്ടോ പോയി. അതിട്ട് EDയും NIAയും ബാക്കി സകലമായ 10 അന്വേഷണ ഏജൻസികൾ ആ സമയത്ത് വന്നതാണ്. അത് ആ വഴിക്ക് ഏതൊക്കെയോ പോയി. കേസ് എവിടെ എത്താതെ എങ്ങോ പോയി. അതുകൊണ്ട് അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു അസാധാരണ കാലമായിരുന്നു എന്നുള്ള വേറെ ചോദ്യം. ഇപ്പോഴും അത്ര ഭീകരമായ കേസാണെങ്കിൽ ഒരുപക്ഷെ പരിഗണന ജില്ലാ കോടതിയിലാണ്, പക്ഷേ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഒരുപക്ഷെ അതിൻ്റെ ഗ്രാവിറ്റി അത്രയും കുറഞ്ഞതുകൊണ്ടൊക്കെ ആവണം. ഈ പറയുന്ന എയർപോർട്ട് എയർക്രാഫ്റ്റ് റൂളൊക്കെ ഇല്ലാത്തതുകൊണ്ടൊക്കെ ആവണം. എന്ന് പറഞ്ഞാൽ പോലും ആ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. വധശ്രമം കേസിലെ പ്രതിയാണ് ഇപ്പോഴും ഫർസീൻ അടക്കം 3 പേർ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ഇടത് സഹയാത്രികനും EP ജയരാജനൊക്കെ സംസാരിക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. ഈ ലോകം മുഴുവൻ മനസ്സിലായിട്ടും കേരളത്തിലെ ജനങ്ങൾ, സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടും ബഹുമാനപ്പെട്ട കോടതി ഉൾപ്പെടെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യമാവുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവർ എന്തൊക്കെ പാർട്ടി കമ്മിറ്റികൾ കൂടിയിട്ടായാലും പാർട്ടി കമ്മിറ്റികളിലെ പ്രവർത്തകരും നേതാക്കന്മാരും അവരെ വിമർശിച്ചിട്ടായാലും ഇവരൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. കാരണം ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ബഹുമാനപ്പെട്ട EP ജയരാജൻ ഉൾപ്പെടെ പറയുന്നത് BJPയെ സ്വാധീനിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, കോടതിയെ സ്വാധീനിച്ചിട്ടാണ് ഈ തെളിവുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വളരെ വിഡ്ഢിത്തപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇന്നൊരു DYFI-കാരനെ നേരത്തെ പിടിച്ചത് ഹാഷിം താജ് ഇബ്രാഹിം സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഇങ്ങനെയുള്ള എത്ര കേസുകൾ, ഇതൊരു ഫർസീൻ മജീദിൻ്റെ വിഷയമല്ല. ഇങ്ങനെയുള്ള എത്ര കേസിനകത്ത് എത്ര നിരപരാധികൾ പ്രതിചേർക്കപ്പെട്ടു, ഒന്ന് പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ എത്ര ആളുകളെ തലതല്ലി പൊളിച്ചു, എത്ര ആളുകൾ, 1-2 ആളുകൾ പൊതുസമൂഹത്തിന് മുൻപിലേക്കും മാധ്യമങ്ങളുടെ മുൻപിലേക്കും കടന്നു വന്നിട്ടുണ്ടാവും, എത്ര ആളുകൾ പീഡനത്തിന് ഇരയായിട്ടുണ്ട്, എത്ര ആളുകളെ അവരവരുടെ പ്രദേശത്ത് വെച്ച് CPM-ൻ്റെ ഗുണ്ടകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഈ നാടിനകത്ത് തിരിച്ചടി കൊടുത്തതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ CPM-നേറ്റ പരാജയമെന്ന് പറയുന്നത്. ഇതുപോലും ഇന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇന്നും ഞാൻ ഒരു വധശ്രമ കേസിലെ പ്രതിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത തെറ്റ് ഇന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് 4 വർഷക്കാലം ഞാൻ നടത്തിയ, എൻ്റെ സുഹൃത്തുക്കൾ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഞങ്ങളെ അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു എന്ന് പറയുന്ന ആ മനുഷ്യൻ ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നും ഈ കേസിനകത്ത് ഈ കേരളത്തിലെ സമൂഹത്തിന് മുമ്പിലേക്ക് വെളിപ്പെടുത്താൻ സാധിക്കാത്ത തരത്തിലേക്ക്, പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഞങ്ങൾ മാറുമായിരുന്നു. ഈ വിഷയത്തിനകത്ത് ഈ ഫർസീൻ മജീദ് എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതോ ഒരു KSU പ്രവർത്തകൻ എന്നുള്ളതല്ല. കേരളം 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ നിരവധിയാർന്ന ആളുകളെ പീഡിപ്പിക്കപ്പെട്ടു, നിരവധിയാർന്ന ആളുകൾ കേസിന് ഇരയാക്കപ്പെട്ടു. ഇതൊക്കെ ഒന്ന് ഇഴകീറി പരിശോധിച്ച് കഴിഞ്ഞാൽ വാദി പ്രതിയാവുകയും പ്രതിവാദികളാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അനിൽകുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എൻ്റെ തലയിലും എൻ്റെ മൂക്കിലും അടിച്ച് എൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും വന്ന രക്തം അത് എനിക്കറിയാവുന്നതാണ്. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ. ഇനി വന്നിരിക്കുന്നത് UDF-ൻ്റെ ഗവൺമെൻറ് ആണെന്ന് പറയുമ്പോൾ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രി ഇരിക്കുന്ന കേരളത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു ഫേവറിൻ്റെയും ആവശ്യമില്ല. സത്യസന്ധമായി കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസിന് അത് തെളിയിക്കാൻ പറ്റും. കേരളത്തിലെ പോലീസിനെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെയുള്ള നിരവധിയാർന്ന കേസുകൾക്കകത്ത് ഇന്ന വകുപ്പുകൾ ഇടണമെന്ന് AKG സെൻറ്ററിൽ നിന്നാണ് പറയുന്നത്. ഇന്ന വകുപ്പുകൾ അയാളുടെ പേരിൽ ചേർക്കണമെന്ന് പാർട്ടി ഓഫീസുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വകുപ്പുകൾ പോലീസുകാർ ചേർക്കുമ്പോൾ പോലീസുകാരെ മാത്രം പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പറ്റുക? AKG സെന്ററിൽ നിന്ന് കൊടുക്കുന്നതും പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതും വകുപ്പുകൾ ചേർക്കുമ്പോൾ അതിൽ കേന്ദ്രത്തിന്റെ അനുമതി മെഡിക്കൽ റെക്കോർഡ് അടക്കം സാക്ഷ്യമാണ്. അത് കോടതി പരിഗണിച്ചു. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ഉത്തരവ്. ശ്രീ രാജേഷ് ഉറപ്പാട് ഇപ്പോൾ ഈ വടകര കാഫൂർ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം പറയുകയായിരുന്നു ഫർസീൻ. ഞാൻ എത്താമേ ശ്രീമൻ കാരശ്ശേരി.
ശ്രീ രാജേഷ്, ഈ പറയുന്ന എന്താണ് ആ സമയത്ത് വടകര ആ സമയത്ത് അത് പിടിവിട്ട് പോയിരുന്നെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നാട് കുട്ടിച്ചോറാക്കാൻ പരുവത്തിനുള്ള ഒന്നായിരുന്നു. അതെവിടെയും എത്താൻ നിൽക്കുകയായിരുന്നു. റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ അധ്യാപകനാണ്, അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ. അത് കഴിഞ്ഞ് അതിന് പിന്നിലേക്ക് പോയി വടകര സ്ക്വാഡ് എന്ന് പറയുന്ന CPM DYFI SFI ഉള്ള ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലിട്ട ഒരാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പിന്നിലേക്ക് പോകുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങോട്ട് ആവർത്തിക്കുകയാണ്. അതടക്കം ഈ വടകര സ്ക്രീൻഷോട്ട് അടക്കം, അതിൻ്റെ ആസൂത്രണം അടക്കം, അതിൻ്റെ ഈ പറയുന്ന നടത്തിപ്പടക്കം മാരകമായ പരാജയത്തിലേക്ക് വഴിവെച്ചു എന്ന് സ്വയം സമ്മതിക്കലും അത് രേഖകളിലടക്കം രേഖപ്പെടുത്തലും ചെയ്യേണ്ടതൊക്കെ പ്രധാനമല്ലേ ഇനി അത്തരമുള്ള പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ? ശ്രീ രാജേഷ്. അല്ല, എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ പല ലെയറുകളിലുള്ള, പല തട്ടുകളിലുള്ള ചർച്ചകൾ, പല മാനങ്ങളിലുള്ള ചർച്ചകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം അതിൻ്റെ കഴിയുകയും ചെയ്തു. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ 10 വർഷക്കാലമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ഒരു തരത്തിലുള്ള സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വംശീയതയുടെയോ വർഗീയതയുടെയോ ഒരു തരത്തിലുള്ള സംഘർഷങ്ങളോ ടെൻഷനുകളോ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 വർഷക്കാലം ഒരു തരത്തിലുള്ള വർഗീയ നിലപാടുകളുള്ള, വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള നീക്കങ്ങളും നടന്നിട്ടില്ല എന്നുള്ളത്, ഒരു കലാപം നടന്നിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ കാഫർ ഷോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റക്കാരാരാണെങ്കിലും അവരെ പിടിക്കണമെന്ന് തന്നെയാണ്. അതിലിപ്പോൾ ആർക്കാ നിർബന്ധമുള്ളത്? അല്ല, ഞാൻ പറയുന്നത് അതിൽ ഡിവൈഎഫ്ഐ, അത് അന്വേഷണം ഡിവൈഎഫ്ഐയിലേക്ക് എത്തുമ്പോൾ, പാർട്ടിയിലേക്ക് എത്തുമ്പോൾ പാർട്ടിയും ഡിവൈഎഫ്ഐയും ഒരു ആത്മപരിശോധന നടത്തുകയും ഒരു സ്വയം ഒരു പരിശോധന നടത്തുകയും തങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അതിൽ പങ്കുണ്ടെങ്കിൽ അവരെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കുക എന്ന് പറയുന്നത് ഒരു മതേതര പുരോഗമന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ സംഘടനകൾ ഉത്തരവാദിത്തമല്ലേ? അത് പോലീസ് അല്ലല്ലോ പിടിക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് CPM DYFI ഒക്കെ അല്ലേ? തീർച്ചയായിട്ടും മാതൃകാപരമായി അത് പാർട്ടിക്കുള്ളിലുള്ള ഈ വ്യക്തികൾ, അതാണ് ഈ ആത്മനിഷ്ഠമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് കേട്ടോ. ഈ ആത്മനിഷ്ഠമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഒരു 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 കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു സംഘടനയെ, അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ, ആദർശത്തെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം ആത്മനിഷ്ഠമായ പ്രവർത്തനങ്ങൾക്ക് വലിയ തരത്തിലുള്ള നടപടികളുണ്ടാകുകയും അവർക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുകയും അവരെ അതിൽ മാറ്റി നിർത്തുകയും ചെയ്യണം. അതാണ് മാതൃകാപരമായ രീതി. ആ മാതൃകാപരമായ രീതി ഇവിടെ ഈ പറയുന്ന ജിതേഷ് എന്ന് പറയുന്ന ആളുടെ ആത്മനിഷ്ഠ പണി, ഈ പറയുന്ന റിബേഷിന്റെ ആത്മനിഷ്ഠ പണി, KK ലതിയുടെ ആത്മനിഷ്ഠ പണിയായി മാറി. അത് പല ഗ്രൂപ്പുകളുടെ ആത്മനിഷ്ഠ പണിയായി മാറി. അത് 4 വോട്ടിന് വേണ്ടി സകലമാന മനുഷ്യന്മാരുടെ ഉള്ളിലേക്കും ഈ പറയുന്ന വെറിയും വെറുപ്പും വാരിക്കോരി വിതറാനുള്ള മൊത്തത്തിലെ ഗ്രൂപ്പുകളുടെ വസ്തുനിഷ്ഠ പണിയായി മാറി. അതാണുള്ള പ്രശ്നം. നാട്ടുകാർക്ക് മനസ്സിലായി. ആ ആത്മനിഷ്ഠ പണിക്ക് നല്ല പ്രഹരം കൊടുത്തു. ശിഥിലമാക്കുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഒരു കാരണവശാലും ഇതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഇത്തരത്തിലുള്ള വംശീയതയും വർഗീയതയും ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല എന്നുള്ളത് ഈ കേരളത്തിലെ, ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. ഈ പാർട്ടിയെ മനസ്സിലാക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മൾ വെച്ച് പൊറുപ്പിക്കുന്നൊരു പ്രശ്നമേ ഇല്ല. അതിലൊക്കെ ഒരു സംശയത്തിൻ്റെ പോലും ഇട നൽകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം അത് കേസുകൾ നടക്കട്ടെ, അന്വേഷണങ്ങൾ നടക്കട്ടെ. അന്വേഷണത്തെ സ്വാഗതം ചെയ്യും. അന്വേഷണങ്ങൾക്ക് രാജേഷ് ഏർപ്പാട് വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. നമ്മൾ ഈ പറയുന്ന വിമാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന വളരെ താഴ്ന്ന സ്ഥായിലെ ഒരു, സത്യം പറഞ്ഞാൽ അങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. മുദ്രാവാക്യം വിളിക്കാവുന്ന കടുപ്പത്തിൽ വിളിക്കണം. അങ്ങനെ താഴ്ന്ന സ്ഥായിലെ മുദ്രാവാക്യം ഈ പറയുന്ന പദശ്രമത്തിന് കേസെടുത്ത് അത് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. ആ മുദ്രാവാക്യം മാത്രമേ അതിൽ ഉണ്ടായിട്ടുള്ളൂ. വീണ ജോർജിൻ്റെതായ കരിങ്കൊടി ആവർത്തിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് പോലും അതിൽ ആയുധവുമായ ഈ പറഞ്ഞ വീണ ജോർജിന് അടുത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ എവിടെയും ഇല്ല. ഏതോ ഒരു യൂട്യൂബുകാരൻ ദൃശ്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഇതുവഴി പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ പച്ചക്കള്ളം തള്ളുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ ജോർജ് തന്നെ പറയുന്നു, എന്താണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, അങ്ങനെ ഒന്നും ഉണ്ടായില്ല, അവിടെ ഉണ്ടായ കരിങ്കൊടി പ്രതിഷേധം മാത്രമുള്ള ആ മൊഴികൾ പുറത്തേക്ക് വരുന്നുണ്ട്. അന്ന് MV എന്ന് പറഞ്ഞ എന്താണ് ഈ പറയുന്ന മന്ത്രിയുടെ കഴുത്തിൽ പിടിച്ച് തിരിക്കാൻ നോക്കി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് എന്നൊക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന. എല്ലാവർക്കും അറിയാമേ അത് പച്ചക്കള്ളമാണെന്ന്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സമരങ്ങളോട് ഇത്തരത്തിൽ കടന്ന സമീപനം, അത് ഇനി സമരം ചെയ്യാനിരിക്കുകയാണ്. ഒരു ഉണ്ടാക്കി വെച്ച കീഴ്വഴക്കം എന്തൊരു ഭീകര കീഴ്വഴക്കമാണ് രാജേഷ് ഏർപ്പാട്. എല്ലാ കരിങ്കൊടിയും ഭീകരവാദ പ്രവർത്തനം എല്ലാവരും പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അല്ല, വീണ ജോർജിന് കഴുത്തിന് അപകടം പറ്റിയില്ല, കഴുത്തിന് പരിക്ക് പറ്റിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അവർക്ക് കഴുത്തിന് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ആ കഴുത്തിനൊരു പരിക്ക്, അല്ലെങ്കിൽ
അത്തരത്തിലുള്ളൊരു സംഘർഷാവസ്ഥയിൽ കഴുത്തിന് ആരെങ്കിലും വലിയ രീതിയിൽ പ്രഹരം ഏൽപ്പിച്ചില്ലെങ്കിൽ പോലും പിന്നെ വെട്ടിത്തിരിയുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും കഴുത്തിനൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. അത് വസ്തുതയാണ്. ആ വസ്തുതയെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ട് അതുകൊണ്ട് കഴുത്തുളുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ശ്രീരാജേഷ്. അങ്ങേക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇത് ആയുധവുമായി പോയി കഴുത്തിനിട്ട് ഇടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കഴുത്ത് പിടിച്ചൊടിച്ചു, തിരിച്ചു, കൈയൊക്കെ പിടിച്ച് വളച്ചു എന്നൊക്കെ പറയുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കേരളത്തോട്. എന്തൊരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു മരുന്നിടലാണ് ഉണ്ടായത്. കലാപം? എന്ത് കലാപം? ഒരു നാട്ടിലെ ഒരു മന്ത്രിയെ 4 കേസുകാർ പോയി കഴുത്ത് പിടിച്ചോടിച്ചു, വധശ്രമം കൊല്ലാൻ നോക്കി എന്നത് ആത്മാർത്ഥമായി പാർട്ടി പ്രവർത്തകർ വിശ്വസിച്ചിരുന്നെങ്കിൽ അന്ന് പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കാതിരുന്നതുകൊണ്ടാണല്ലോ നാട് കത്തില്ലായിരുന്നോ രാജേഷ് ഏർപ്പാട്? നുണയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെയാണ് കത്തുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നത്? നാട് അപ്പം ഇത് പാർട്ടി സെക്രട്ടറി ഇവിടെ കലാപാഹ്വാനം നടത്തിയെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്? ഒരു കാര്യത്തെ ഒരു കാര്യത്തെ നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയെ 4 കേസുകാർ ഒന്ന് കഴുത്ത് പിടിച്ചൊടിച്ച് കൊല്ലാൻ നോക്കി എന്ന് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സെക്രട്ടറി കേരളത്തോട് പറഞ്ഞാൽ പാർട്ടിക്കാർ അത് വിശ്വസിച്ചാൽ അത് വിശ്വസിക്കാതിരുന്നുകൊണ്ടാണല്ലോ, അത് വ്യാജമാണെന്ന് പാർട്ടിക്കാർക്ക് അറിയാം, അതുകൊണ്ടാണല്ലോ. അതിനെ വൈകാരികമായി എടുത്തിരുന്നെങ്കിൽ എന്തൊക്കെ ഉണ്ടാകാമായിരുന്നു ഇവിടെ? അല്ല, വൈകാരികമായിട്ട് എടുക്കുക എന്നുള്ളതല്ല, ആഹ്വാനം നടത്തി എന്നുള്ള നിലയിലേക്ക് അതിനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഒരു പ്രതിഷേധത്തെ ആ പ്രതിഷേധത്തിന്റെ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നേരിട്ടത്, രാഷ്ട്രീയമായിട്ട് തന്നെയാണ് അതിന് മറുപടി പറയുന്നത്. അപ്പം ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടല്ലോ. ആരോഗ്യപരമായ പ്രശ്നത്തിലാണ് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? നിങ്ങളിപ്പോ കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും ശരിയും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തുന്ന മോശം കാര്യം എന്നുള്ളൊരു നരേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. ഈ നരേഷൻ മുഴുവൻ അതാണ്. ഇതിന്റെ സമരങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞത് വ്യാജമാണ് എന്ന് തന്നെ പറയും. അന്ന് അത് പറയുന്ന ആരോഗ്യമന്ത്രി തന്നെയാണ്. ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. താങ്കൾ അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക? നേർക്കുന്നവർ അനുഭവിച്ച ആൾ പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ട് അത് മൊഴി അവരുടെ കഴുത്തിന് അല്ലെന്നേ, അവർ കഴുത്തിന് പരിക്കുണ്ടായിട്ടുണ്ട്. അതല്ലേ പറഞ്ഞത്, എല്ലാവരുടെയും കഴുത്തുളുക്കുന്നു എന്നുള്ളതല്ലോ. കഴുത്തുളുക്കിനെ ഒരു മാനമായ രാഷ്ട്രീയ പ്രശ്നമായി അവതരിപ്പിക്കുകയും അതിനെ വലിയ സമരത്തിനുള്ള ഒരു വഴിമരുന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കിയതുമാണ് പ്രശ്നമാവുന്നത്. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതിനടക്കം മന്ത്രിക്ക് നേരെ ചാടി വീഴുന്നതാണോ സമരം? ഇങ്ങനെയൊക്കെയുള്ള സമരങ്ങളാണോ സമരം എന്നൊക്കെ പറയുന്നത്? വലിയ പ്രതിരോധത്തിന്റെയും വലിയ മുദ്രാവാക്യങ്ങളുടെയും വലിയ ജനങ്ങളും ഇവിടെ ഇനി നിങ്ങൾ LDF പ്രതിപക്ഷ സമരരംഗത്താ. ഏതൊക്കെ മന്ത്രിമാർക്ക് നേരെ എങ്ങനെയൊക്കെ രീതിയിൽ ചാടി വീഴുന്ന വരും ദിവസങ്ങൾ നമുക്ക് കാണാം. വലിയ സമരരംഗത്താ. അതാ പറഞ്ഞു, വലിയ സമരരംഗത്ത് തന്നെയാണ് വരും ദിവസങ്ങൾ ഏതൊക്കെ മന്ത്രിമാരുടെ നേർക്ക് എങ്ങനെയൊക്കെ രീതിയിൽ ഏതൊക്കെ നെറ്റിയിലേക്ക് കല്ല് നിന്ന് വാണ് പൊട്ടിക്കും. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നെറ്റി പൊട്ടിയതാണ് കേട്ടോ. കാത്തിരുന്നതാണ്. അപ്പൊ അന്ന് ഈ പറഞ്ഞ ഭീകരവാദ പ്രവർത്തനം എന്ന് പറഞ്ഞാലോ പാർട്ടി അല്ലാതെ ഒറ്റപ്പെട്ട് ഇതുപോലെ ഭീരുക്കളെ പോലെയല്ല സമരം നടത്തുന്നത്, ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. നടക്കട്ടെ, നമ്മൾ സമരത്തിൽ തിരിച്ചു പറയാം. പക്ഷേ ഒരു സമരം ഭീകരവാദ പ്രവർത്തനം അല്ലത്. ഒരു കരിങ്കൊടി ഭീകരവാദ പ്രവർത്തനമല്ല, ഒരു വിയോജിപ്പ് ഭീകരവാദ പ്രവർത്തനമല്ല. അത് കോൺഗ്രസ് നടത്തിയാലും CPM നടത്തിയാലും സമരമാണ്. അതിനെ ബഹുമാനിക്കണം. നടത്തിയാലും സമരമാണ്. ചെമ്മൻകാരശ്ശേരി പരാജയ കാരണങ്ങളുടെ കൂട്ടത്തിൽ CPM അത് എഴുതി ചേർക്കണ്ട. പക്ഷേ CPM എന്ന പാർട്ടിക്ക് ഒരു സ്വയം ബോധ്യം ഉണ്ടാവണം. എന്താണ് ആ ബോധ്യം? സമരങ്ങളിലൂടെ വളർന്നു വന്ന സമരപാർട്ടിയായ ഒരു പാർട്ടി സമരങ്ങളോട് കാണിച്ച അങ്ങേയറ്റത്തെ അധിക്ഷേപാർഹ സമീപനം, അങ്ങേയറ്റം ഭീകരവൽക്കരിക്കാൻ നടത്തിയ കുൽസിത ശ്രമങ്ങൾ, അതൊക്കെ പരാജയത്തിന് കാരണമായെന്ന് എഴുതി വെച്ചില്ലെങ്കിലും അത് സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. ശ്രീകാരശ്ശേരി മാഷ്. ഹാഷ്മി, വിമാനത്തിൽ വെച്ചിട്ട് ഒരാളെ കൊല്ലാൻ സാധിക്കില്ല. എന്താ കാരണം വിചാരിച്ചാൽ, വിമാനത്തിൽ കയറുമ്പോൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ബാഗും മുഴുവൻ സ്കാൻ ചെയ്തിട്ട് അവർ കയറ്റുക. ഒരു നഖം വെട്ടി പോയിട്ടൊരു കുപ്പി വെള്ളം പോലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ആയുധമില്ലാതെയാണോ മുഖ്യമന്ത്രിയെ കൊല്ലാൻ പോകുന്നത്? അത്ര സില്ലിയാണ് ആ വാദങ്ങളൊക്കെ. പിന്നെ യൂത്ത് കോൺഗ്രസ് എവിടെ സമരം ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കുക. അതിലിപ്പോൾ നിയമപരമായി വല്ല തെറ്റുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കുക, ഒരു തിരക്കടുമില്ല. അവരിപ്പോൾ വിമാനത്തിൽ കയറി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് നിയമം ഉണ്ടെങ്കിൽ അത് എടുക്കുക. അപ്പോൾ റോട്ടിൽ നിന്ന് കരിങ്കൊടി കാണിച്ചപ്പോഴും തല പൊളിച്ചല്ലോ. അപ്പോൾ വിമാനത്തിലെ മാത്രം കാര്യമല്ലത്. പിന്നെ ഇവരുടെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഓർമ്മിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോകുന്ന കാറിൻ്റെ പിറകിൽ മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. ആ കൊന്നതാരാണ് എന്ന് എല്ലാവർക്കും പിന്നെ മനസ്സിലായല്ലോ. കോടതി തന്നെ പറഞ്ഞല്ലോ. കോടതി പറഞ്ഞാലും ഇവർ കേൾക്കില്ല. എന്താണ്? ഇപ്പോൾ കുഞ്ഞനന്തൻ ആ കേസിൽ പ്രതിയാണ് എന്ന് കോടതി അംഗീകരിച്ച് അദ്ദേഹത്തെ ശിക്ഷിച്ചു.
അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയത്. അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് ഒരു മഹാത്മാവാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി അദ്ദേഹത്തെ കൊണ്ടാടിയത്. അപ്പോൾ സ്ക്രീൻഷോട്ട് 2024 അത് അന്നേ എല്ലാവർക്കും വ്യക്തമായിരുന്നു. ഇപ്പം അത് ആളെ അറസ്റ്റ് ചെയ്തു. അതിൽ നിന്നൊന്നും പഠിച്ചില്ല. വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരായിട്ട് മതവികാരം ഉപയോഗിക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിച്ചു എന്നായിരുന്നല്ലോ അന്നത്തെ വലിയ പ്രചാരവേല. അപ്പം കാഫർ ഷോട്ട് ആരാണിട്ടത് അതിപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇതിൽ നിന്നൊന്നും പഠിക്കാനായിട്ടാണ് പേരാമ്പ്രയിൽ നിയമസഭാ മണ്ഡലത്തിൽ ശ്രീ TP രാമകൃഷ്ണനെതിരായിട്ട് ശ്രീമതി ഫാത്തിമ തൈലിയെ മത്സരിക്കുമ്പോൾ കൗമിൻ്റെ കുട്ടി എന്ന് പറഞ്ഞു എന്നാ. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയില്ല. 70% ഹൈന്ദവ സഹോദരങ്ങൾ വോട്ട് ചെയ്ത പേരാമ്പ്രയിൽ വലിയ ഭൂരിപക്ഷത്തിൽ അവിടുന്ന് ഫാത്തിമ ജയിച്ചു. എന്റെ സമയം കഴിയണം. പക്ഷേ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഈ പറഞ്ഞ വടകരയും അതൊക്കെ മറ്റൊരു കേസാണ്. പക്ഷേ സമരങ്ങളിലൂടെ എന്താണ് വളരെ പ്രോജ്വലമായ സമരങ്ങളിലൂടെ മുന്നോന്ന ഉൽപ്പന്നത്തിന്റെ പേര് കൂടിയാണ് കേരളം. അങ്ങനെ വലിയ സമര ചരിത്രം, സമര പാരമ്പര്യമുള്ള നാടാണ്. ആ സമരത്തോട് ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ കാണിച്ചാൽ, ഇത്തരത്തിൽ അനാദരവ് കാണിച്ചാൽ, അത് LDF അല്ല UDF അല്ല, ഇപ്പോൾ ഭരിക്കുന്ന ആര് ഭരിക്കുന്നവരാണെങ്കിലും എന്താകും ജനം അതിനോട് പ്രതികരിക്കുക എന്നതുകൂടിയാണ് പോയ തെരഞ്ഞെടുപ്പ് ഫലം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.